അങ്ങനെ ഹായ് ലതീഷ് ഓരോ ഭായ്. ദിവസവും മദ്യപിക്കാതെ വളരെ രസകരമായിട്ടും സുബോധത്തിലൊക്കെ ഇങ്ങനെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, ഞായറാഴ്ചയാണ്. അപ്പോൾ അവധി ദിവസം ഒരുപാട് പരിപാടികളും കാര്യങ്ങളൊക്കെ പലർക്കും ഉണ്ടാവും. വീട്ടിലെ കാര്യങ്ങളും നാട്ടിലെ കാര്യങ്ങളും മീറ്റിങ്ങും എല്ലാം കഴിഞ്ഞിങ്ങനെ ഒരുവിധം ആ ഞായറാഴ്ചയുടെ പര്യവസാനത്തിലാണ് നമ്മളുള്ളത്. അപ്പോൾ ഈ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് വർഷം കഴിഞ്ഞ് നമ്മൾ സുഖമായിട്ട് നമുക്ക് കിടന്നുറങ്ങാം. അപ്പൊ എല്ലാത്തിനും വേണ്ടത് ഈ സുബോധം എന്ന വാക്ക് നമ്മൾ പറയുമ്പം കുടിക്കാതിരിക്കുന്ന ഒരു ശാരീരിക അവസ്ഥയല്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ നിറവേറ്റി മുന്നോട്ട് പോകണമെങ്കിൽ അതിന് മാനസികമായിട്ടുള്ള ഒരു സുബോധം കൂടി നമുക്ക് ആവശ്യമുണ്ട്. അപ്പം എങ്കിൽ മാത്രമേ ഇതൊക്കെ നമുക്ക് തരണം ചെയ്യാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ നമ്മളിപ്പം തുടക്കത്തിൽ നമ്മൾ വരുമ്പോൾ എല്ലാവരും പറയുക എന്താണ്, ഓഹ് എങ്ങനെയെങ്കിലും ഈ കുടിയൊന്നും കിട്ടിയാൽ മതി, ബാക്കിയൊന്നും എനിക്ക് വേണ്ട, കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്, എങ്ങനെയെങ്കിലും ഒന്ന് കുടി നിർത്തിയാൽ മതി എന്ന് പറയും. പണ്ട് നമ്മൾ റീൽസിലൊക്കെ ഇങ്ങനെ കാണും, പണം പറയും എന്നെ കിട്ടിയാൽ പിന്നെ ഒന്നും വേണ്ട എന്ന് പറയും. കാലം പറയും എന്നെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എല്ലാം ശരിയാകും എന്ന് പറയും. എന്നാൽ നമ്മൾ ഇത് രണ്ടും കഴിഞ്ഞ് നമുക്ക് എന്താ പറയാ, പണവും ഈ പറഞ്ഞ കാലവും എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അപ്പോഴാണ് ജീവിതത്തിലെ യഥാർത്ഥത്തിലുള്ള പ്രതിസന്ധികൾ നമ്മൾ ആരംഭിക്കുക. കാരണം അതുവരെ നമുക്ക് അതിനെ കുറിച്ചിട്ടുള്ള ബോധം ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള അനുഭവങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ വരുമ്പം നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ പതിയെ പതിയെ നമ്മളിലേക്ക് കടന്നു വരുമ്പം ആ ജീവിത സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥ നമുക്ക് കൈമുതലായിട്ടില്ലെങ്കിൽ ഇതെല്ലാം നമുക്ക് വലിയ പ്രയാസങ്ങളായിട്ട് മാറും. അസ്വസ്ഥതകളായിരിക്കും ഇതിനെ കൊണ്ടൊക്കെ നമുക്ക് ഉണ്ടാകാൻ സാധ്യത. അപ്പൊ അവിടെ എല്ലാ മേഖലയും നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു ഒരു ബാലൻസിങ് എന്ന് പറയും, ഇക്വിലിബ്രിയം എന്ന് പറയും നമ്മൾ ഇംഗ്ലീഷിൽ. ഒരു തരം ഒരു സന്തുലിതാവസ്ഥ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. യഥാർത്ഥത്തിൽ ആൽക്കഹോളിക് അനോണിമസ് എന്ന് പറയുന്ന ഈ പ്രോഗ്രാം ഒരു മദ്യാസക്തനിലേക്ക് മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന കാര്യം എന്ന് പറയുന്നത് ഏത് കാലാവസ്ഥയിലും നമുക്ക് ഇതിനെ ആസ്വദിച്ചുകൊണ്ട് നമ്മളുടെ സുബോധാവസ്ഥയെ കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ള വലിയൊരു ആഹ്വാനം, വലിയൊരു വാഗ്ദാനമാണ് ആൽക്കഹോളിക് അനോണിമസ് നമ്മൾക്ക് തരുന്നത്. നിർഭാഗ്യവശാല് നമ്മൾ അതിന് അത്ര വേണ്ടത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ അതിനെ അത്ര ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. എന്നാൽ അപൂർവം കുറച്ച് ആളുകൾ നമ്മളുടെ ഇടയിൽ ഇതൊക്കെ നമ്മൾക്ക് പ്രദർശിപ്പിച്ചുകൊണ്ട് നമ്മളുടെ മുമ്പിലൂടെ വിജയക്കൊടി നാട്ടിക്കൊണ്ട് അവർ മുന്നോട്ട് പോകുമ്പം നമ്മൾ പലപ്പോഴും നിസ്സഹായതയോടു കൂടി നമ്മൾ പറയാറുണ്ട്, ഓ അയാളെപ്പോലെ എനിക്കും ആകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മളിങ്ങനെ മനസ്സുകൊണ്ട് പിറുപിറുക്കുന്നതായിട്ട് നമുക്ക് തോന്നും. പക്ഷെ അയാൾ ചെയ്യുന്ന ആ പ്രവൃത്തി എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അവിടെയാണ് ഞാൻ പരാജയപ്പെട്ടു പോകുന്നത്. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള ചോദ്യം പണ്ട് എന്താ പറയാ, ആ ടാറ്റയുടെ ഒരാൾ ചോദിച്ചു, നമ്മൾ എങ്ങനെയാണ് നിങ്ങൾ ഇത്രയും വലിയ ഒരു ബിസിനസ്സുകാരനായിട്ട് മാറിയത്, ജീവിതത്തിന്റെ വിജയത്തിന്റെ രഹസ്യം എന്താണെന്ന് അദ്ദേഹത്തിനോട് ഒരു മീറ്റിങ്ങിൽ ചോദിച്ചപ്പോൾ രത്തൻ ടാറ്റ പറഞ്ഞു, ആ ചോദിച്ച ആളോട് പറഞ്ഞു, നീ ഒന്ന് എഴുന്നേറ്റ് എൻ്റെ അടുത്തേക്ക് വരാൻ പറഞ്ഞു. അപ്പം അയാള് അവിടുന്ന് എഴുന്നേറ്റ് ടാറ്റയുടെ അടുത്തേക്ക് നടന്നു വന്നപ്പം അയാൾ പറഞ്ഞു, ഇത്ര മാത്രം മതി നിന്റെ ജീവിതത്തിൽ നീ വിജയിക്കാൻ, അതിനുള്ള കരുത്ത് നിന്നിലുണ്ട് എന്ന് പറഞ്ഞു. കാരണം എന്താ, എഴുന്നേറ്റ് നടക്കാനുള്ള ശേഷിയും ക്ഷേമുഷിയും അയാളുടെ ആരോഗ്യത്തിനുണ്ട് എന്നുള്ളത് തന്നെ അയാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സമ്പത്താണ്, കഴിവാണ്. കാരണം എന്താ, ശരിയായ ആരോഗ്യത്തിൽ മാത്രമേ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ആരോഗ്യമാണ്, നമ്മൾ പറയില്ല ഹെൽത്ത് ഈസ് വെൽത്ത് എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ ആ ആരോഗ്യം നിന്നിലുണ്ട്, ഇനി ബാക്കിയൊക്കെ നിനക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ എന്ന് അദ്ദേഹം മറുപടി പറയുകയുണ്ടായി. ഇതൊക്കെ വലിയ വലിയ ആളുകൾക്ക് അങ്ങനെയൊക്കെ പറയാം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഒരു ന്യായീകരണത്തിന് വേണ്ടിയൊക്കെ പറയാമെങ്കിൽ പോലും യഥാർത്ഥത്തിലുള്ള വസ്തുത നമ്മളെപ്പോലെ മറ്റാർക്കും അത് അറിയില്ല. കാരണം മദ്യപാനം കൊണ്ട് സകലതും നഷ്ടപ്പെട്ട് ജീവൻ പോലും
തകർന്നു പോയ, അല്ലെങ്കിൽ ഇപ്പം മരണപ്പെട്ടു പോകും എന്ന് ചിന്തിച്ച് നടന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ജീവനോടുകൂടി ഇരിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു സ്വപ്നവും ബാലികേറ മലയുമായിരുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം. അപ്പം അത് നമ്മൾക്ക് കൈവരിക്കാൻ സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് നമുക്കിനി മറ്റ് പല കാര്യങ്ങളും നമുക്ക് സാധിക്കാൻ കഴിയില്ല എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ അവിടെയാണ് ആൽക്കഹോളിക് അനോണിമസ് നമ്മൾക്ക് തരുന്ന വലിയൊരു പ്രതീക്ഷയുടെ വലിയൊരു കോട്ടവാതിൽ തന്നെ നമ്മളുടെ മുന്നിൽ മലർക്കെ തുറന്നിട്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ആ ഒരു പ്രതീക്ഷ നമുക്ക് വേണം. അതല്ല, എനിക്ക് ഇപ്പൊ കിട്ടിയ ഈ സുബോധാവസ്ഥ തന്നെ ധാരാളമാണ്, ഇനി ഇതിൽ കൂടുതലൊന്നും എനിക്ക് ആവശ്യമില്ല എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ട് ഈ ചടഞ്ഞിരിക്കുന്ന ഈ പരിപാടി ആണെങ്കിൽ അത് കൂടുതൽ കൂടുതൽ കുഴപ്പത്തിലേക്കാണ് നമ്മളെ കൊണ്ടെത്തിക്കുക. അതിന് എത്ര എത്ര ഉദാഹരണങ്ങൾ പറഞ്ഞാലും നമുക്ക് മതിയാവില്ല. കാരണം എന്താ? എത്ര എത്ര ആളുകൾ നമ്മളുടെ ചുറ്റുപാടുമുണ്ട്. 5 വർഷം, 10 വർഷം, 1 വർഷം, 2 വർഷമൊക്കെ കഴിഞ്ഞ് വീണ്ടും വീണ്ടും ആ കുടിയിലേക്ക് പോയിട്ട് തിരിച്ചു കയറാൻ പറ്റാത്ത തരം ദൂരത്തിലേക്ക് കടന്നു പോകുന്ന എത്ര എത്ര ആളുകളെ നമ്മൾക്ക് കാണാൻ പറ്റും. അപ്പൊ അവിടെയാണ് നമ്മളുടെ വലിയൊരു ഗതികേട്. അപ്പം ഈ ഒരു പ്രതിസന്ധിയെ തരണം ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് അതിനുള്ള ഒരു പ്രവർത്തനം നമ്മൾ നടത്തണം. പ്രവൃത്തി കൂടാതെ ഒരു കാര്യവും ആൽക്കഹോളിക് അത്ഭുതങ്ങളൊന്നും എയിൽ സംഭവിക്കാൻ സാധ്യത വളരെ കുറവാണ്. എല്ലാ കാര്യത്തിനും ഇപ്പൊ ഇന്ന് നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ടോപ്പിക് എന്താ? വീട്, ജോലിസ്ഥലം, അതല്ലെങ്കിൽ മീറ്റിംഗ്. ഇത് മൂന്നും വളരെ പ്രധാനപ്പെട്ട ഒരു 3 പില്ലറാണെന്ന് പറയാം. നമുക്ക് പറയാം, ഈ പില്ലർ ഇല്ലാതെ ഒരു മേൽക്കൂരയ്ക്ക് നിലനിൽക്കാൻ കഴിയില്ല. എത്ര വലിയ മേൽക്കൂരയാണെങ്കിലും അതിനെ നിലനിർത്തുന്നത് അതിൻ്റെ തൂണുകളാണ്, അല്ലെങ്കിൽ അതിൻ്റെ പില്ലറുകളാണ്. ഈ പില്ലറുകൾ ഇല്ലെങ്കിൽ ഈ മേൽക്കൂര നിലം പതിച്ചു പോകും. അപ്പൊ എന്ന് പറയുന്നത് പോലെ നമ്മളുടെ ജീവിതം എന്ന് പറയുന്ന ആ ഒരു സംവിധാനം നിലനിൽക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള ഒരുപാട് തൂണുകൾ, പില്ലറുകൾ നമ്മൾക്ക് ആവശ്യമുണ്ട്. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പൊ ഒരു സ്റ്റൂൾസ് ആൻഡ് ബോട്ടിൽസ് എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ട് നമ്മൾ ആൽക്കഹോളിക് അനോണിമസിൽ. എന്താണ്? ഈ സ്റ്റൂളിന് നിലനിൽക്കണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 3 കാലുകൾ വേണം. 3 കാലുകൾ ഇല്ലാതെ ഒരു സ്റ്റൂളിന് നിലനിൽക്കാൻ പറ്റൂല. ലിഡിയ ഒന്ന് നോക്കോ? 3 കാലുകളില്ലാതെ സ്റ്റൂളിന് നിലനിൽക്കാൻ പറ്റില്ല. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ആൽക്കഹോളിക് അനോണിമസിൽ ഇത്തരത്തിലുള്ള റിക്കവറി യൂണിറ്റി സർവീസ് എന്ന് പറയുന്ന ഈ 3 പില്ലറുകൾ ഇല്ലാതെ ഈ കൂട്ടായ്മയ്ക്ക് നിലനിൽക്കാൻ പറ്റില്ല എന്ന് പറയുന്ന കൂട്ടായ്മയ്ക്ക് നിലനിൽക്കാൻ പറ്റില്ലെങ്കിൽ ഒരു വ്യക്തി എന്ന നിലയിൽ അയാളുടെ സുബോധാവസ്ഥ നിലനിർത്തണമെങ്കിൽ ഈ ഒരു 3 പില്ലറുകൾ നിർബന്ധമാണ്. കാരണം എന്താ? അയാൾക്ക് ആദ്യം വേണ്ടത് ഒരു ഷെൽട്ടറാണ്, അല്ലേ? എന്താ പറയാ, നമ്മൾ പറയില്ലേ ഹിന്ദിയിൽ, എന്താണ്, കപ്പട മക്കാൻ എന്നൊക്കെ പറയും നമ്മൾ. എന്താ പറയാ, നമ്മളുടെ ഭക്ഷണവും നമ്മൾ ഭക്ഷണം വേണം, വസ്ത്രം വേണം, നമുക്ക് വീട് വേണം എന്ന് പറയുന്ന പോലെ ഒരു മദ്യാസക്തനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരുപാട് പ്രതിസന്ധിയിലൂടെ ആയിരിക്കും അയാളുടെ തുടക്കത്തിൽ അയാൾ ചീറിപ്പാഞ്ഞടിക്കുന്ന ഒരു കൊടുങ്കാറ്റ് പോലെ എന്നാണ് ഒരു മദ്യാസക്തനെ അയാളെ ബിഗ് ബുക്കിൽ ചിത്രീകരിച്ചിട്ടുള്ളത്. അപ്പൊ അയാൾ പല ഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടാകും. ചില ആളുകൾ എത്ര വലിയ സാമ്പത്തികമായിട്ടുള്ള ആളുകളാണെങ്കിൽ പോലും അവരതെല്ലാം ഉപേക്ഷിച്ച് എല്ലാം ഒരുതരം ഒറ്റപ്പെട്ട മനുഷ്യനെ പോലെ നാട് കടത്തപ്പെട്ട് എവിടേക്കോ പോയി റോഡരികിലും മറ്റേ നമ്മൾ പറയില്ലേ ബസ് സ്റ്റോപ്പുകളിലും പലതരത്തിലും ജയിലുകളിലൊക്കെ അങ്ങനെ അന്തി ഉറങ്ങി അവരുടെ ജീവിതം വഴിയാധാരായി പോയ ആളുകളുണ്ട്. അവിടെ നിന്നൊക്കെ അവരൊരു തിരിച്ചു വരവ് നടത്തിയ അത്ഭുതകരമായ ചില അനുഭവങ്ങൾ പങ്കുവെക്കുന്ന അപൂർവം കുറച്ച് ആളുകൾ നമ്മളുടെ ഇടയിലുണ്ട്. പ്രത്യേകിച്ച് ആൽക്കഹോളിക് അനോണിമസിന്റെ ആരംഭകാലത്ത് ബിൽഡബ്ല്യു പറഞ്ഞൊരു വാചകമുണ്ട്. കാരണം 1964 ആ കാലഘട്ടത്തിലൊക്കെ എയിൽ വന്നിരുന്ന എല്ലാവരും തന്നെ രക്ഷപ്പെട്ടിരുന്നു എന്നാണ് പറഞ്ഞത്. 90% ആളുകളും റിക്കവറിയിലേക്ക് പോയി. കാരണം എന്താ? അവർക്ക് തിരിച്ചു പോകാൻ ഒരു സ്ഥലമില്ലായിരുന്നു, ഒന്നുമില്ല, എല്ലാം തകർന്ന് തരിപ്പണമായിട്ടാണ് അവര് ഈ കൂട്ടായ്മയിലേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ അത്തരക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേറെ ഒരു സ്ഥലത്തും പോകാൻ ഇടമില്ലാതെ ഇരുന്ന അവസ്ഥയിലാണ് അവർ ഇതിൽ വന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെല്ലാം ഈ മുങ്ങിത്താഴാൻ പോകുന്ന കപ്പലിന്, അല്ലെങ്കിൽ ഒരു മുങ്ങിത്താഴുന്നവന് ഒരു കച്ചിത്തുരുമ്പ് കിട്ടിയ മാതിരി അവൻ അതിന്റെ മുകളിൽ പിടിച്ചു കയറി ഒരവസ്ഥയുണ്ടായിരുന്നു.
പക്ഷെ പിന്നീട് അങ്ങോട്ട് 10-20 വർഷം കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഇപ്പൊ ഈ അടുത്ത കാലത്തൊക്കെ നമ്മൾ ചിന്തിക്കുമ്പം, കൂട്ടായ്മയിലേക്ക് വരുന്ന ബഹുഭൂരിഭാഗം ആളുകൾക്കും അവരൊക്കെ ഇത്തരത്തില് അടിപറ്റിയിട്ടോ അല്ലെങ്കിൽ തകർന്നടിഞ്ഞിട്ടോ അല്ല വരുന്നത്. പലതും അവർക്ക് നിലനിൽക്കുന്നുണ്ട്. കുടുംബം, അല്ലെങ്കിൽ വീട്, ജോലി, പണം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നിലനിൽക്കെ തന്നെ അവര് പരിപൂർണമായിട്ട് പരാജിതരാണെന്ന് തിരിച്ചറിഞ്ഞ് കൂട്ടായ്മയിലേക്ക് വരുന്നവരും, ചികിത്സയ്ക്ക് വന്നതിന് ശേഷം തിരിച്ചറിഞ്ഞ് വരുന്നവരൊക്കെ ധാരാളം നമ്മളുടെ കൂട്ടായ്മയിലുണ്ട്. പക്ഷെ അത്തരക്കാർക്ക് ആദ്യകാലത്ത് ലഭിച്ച ആ അതിവേഗം ഈ കൂട്ടായ്മയുമായി ഇഴുകിച്ചേരാൻ പറ്റുന്ന ഒരു സാഹചര്യം പലപ്പോഴും അവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത് ഒരു വല്ലാത്ത ഒരു പ്രതിഭാസമാണ്. അവിടെയാണ് അത് ആൽക്കഹോളിക് അനോണിമസിന്റെ കുഴപ്പമല്ല. ഈ കൂട്ടായ്മ മുന്നോട്ട് വെക്കുന്ന തത്വങ്ങളെ രണ്ട് കൈയും നീട്ടി നമുക്ക് ഹൃദയം കൊണ്ട് സ്വീകരിക്കാൻ പലപ്പോഴും നമുക്ക് കഴിയാതെ വരുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെയൊക്കെ ആ ഒരു ഇല്ലായ്മയും പോരായ്മയും വല്ലായ്മയും ഒക്കെ നമുക്ക് മനസ്സിലാകാൻ നമുക്ക് പറ്റാത്ത വരുന്നത്. അപ്പൊ എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്കൊരു വീടുണ്ടാവുക. വീട് എന്ന് പറയുമ്പോൾ അതിന്റെ സ്ട്രക്ചർ അല്ല. ഇപ്പൊ എയിൽ വന്നു, ഞാൻ 2 കൊല്ലം സോബറായി, എനിക്ക് എന്താ പറയാ, കുറെ സ്ഥലം കിട്ടി, എനിക്ക് ഭാര്യ വീട്ടിൽ നിന്ന് സ്ഥലം കിട്ടി, എനിക്ക് ലോട്ടറി അടിച്ചു, എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റി, ഇങ്ങനെ ബിസിനസ് നിന്ന് കുറെ പണം കിട്ടി, ഞാൻ അവിടെ 5 സെന്റ് സ്ഥലം വാങ്ങി, ഞാനൊരു വീട് വെച്ചു. ഇതല്ല, ആ വീടല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ഹൗസ് വേറെ, ഹോം വേറെ. അങ്ങനെ ഇംഗ്ലീഷിൽ 2 വാക്കുകളുണ്ട്. നമ്മൾ പറയും, ഒന്ന് ഹൗസ് എന്ന് പറയും. ഹൗസ് എന്ന് പറയുന്നത് എന്താ? നമ്മൾ സാധാരണ നമ്മളൊരു ബിൽഡിങ്, ഒരു കോൺക്രീറ്റ് ബിൽഡിങ് നമ്മൾ കെട്ടിപ്പൊന്തിച്ച് അവിടെ എല്ലാ പെയിന്റൊക്കെ അടിച്ച് ആ കാര്യങ്ങളൊക്കെ നമ്മൾ വീട് താമസിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ആ ഒരു അവസ്ഥയ്ക്കാണ് നമ്മൾ ഹൗസ് എന്ന് പറയാം. പക്ഷെ ഒരു ഹോം, ആ ഒരു ഹൗസിനെ നമ്മൾ എങ്ങനെ ഒരു വീടാക്കി മാറ്റി കുടുംബമായി മാറണമെങ്കിൽ, ഒരു ഹോമായി മാറണമെങ്കിൽ അതിൽ നമ്മൾ മനുഷ്യർ അതിനകത്ത് വൈകാരികമായിട്ടുള്ള താമസം അതിനകത്ത് കൂടിച്ചേരണം. എങ്കിലേ ആ വീട് ഒരു ഹൗസ് ഹോമായിട്ട് മാറുള്ളൂ. അപ്പൊ അത്തരത്തില് ഛിന്ന ഭിന്നമായി ചിതറിക്കിടക്കുന്ന ഒരു സാഹചര്യത്തിലുള്ള ആളുകളെ, കുടുംബം ഇമ്പമുണ്ടാകുമ്പോഴാണ് കുടുംബമായി മാറുന്നത്, കുടുംബം ഇമ്പമില്ലെങ്കിൽ അതൊരു ഭൂകമ്പമായി മാറുന്നു എന്ന് പറയുന്ന ഒരവസ്ഥയിൽ നിന്ന് ഒരു തിരിച്ചു വരേണ്ട ഒരു ഘട്ടത്തിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കണം. അതൊരു പടിപടിയായിട്ടുള്ള ഒരു ശ്രമകരമായ ഒരു മാറ്റിമറിയലാണത്. അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അത് ആസ്വദിച്ചുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഘട്ടത്തെ നമ്മൾ വിലയിരുത്തേണ്ടി വരും. കാരണം എന്താണ്, ആൽക്കഹോളിക് അനോണിമസിൽ വന്നതിന് ശേഷം ആ ഒരു കൊച്ചു കുടുംബം, ചെറിയ വീടാകട്ടെ വലിയ വീടാകട്ടെ എന്തുമാകട്ടെ, നമ്മൾ അതിനെ ഒരു മാറിയ മനോഭാവത്തോടു കൂടി ആസ്വദിച്ച് അതിനെ കാണാൻ, ആൽക്കഹോളിക് അനോണിമസിൽ നമ്മൾ പറയും, ബിഗ് ബുക്കിൽ ഓരോ അധ്യായങ്ങളും നമ്മൾ ഓരോരോ ഘട്ടത്തെ സവിശേഷമായിട്ട് എന്താ പറയുക, പ്രാധാന്യത്തോടു കൂടിയാണ് വിവരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ 1, 2, 3 അധ്യായങ്ങൾ ശരിക്കും പറഞ്ഞാൽ 1-ാം പടിയെക്കുറിച്ച് പറയുന്നു. അങ്ങനെ ഓരോരോ അധ്യായങ്ങൾ പടികളുടെ പ്രാധാന്യത്തെ വളരെ വിശദമായിട്ട് തന്നെ വിശദീകരിച്ച് നമ്മളോട് മുന്നോട്ട് പോകുന്നുണ്ട്. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ 7 അധ്യായങ്ങൾ നമ്മൾ 12 പടികൾക്ക് വേണ്ടി മാറ്റി വെച്ചാലും 9-ാമത്തെ അധ്യായം പിന്നീടുള്ള കുടുംബം, ഫാമിലി ആഫ്റ്റർ വേർഡ്സ് എന്ന് പറഞ്ഞിട്ട് മനോഹരമായ ഒരു അധ്യായം തന്നെ നമ്മളെ ബിഗ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ആ ബിഗ് ബുക്കിന്റെ തുടക്കത്തിൽ തന്നെ പറയുകയാണ്, ഞങ്ങൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് വിശദീകരിച്ച് കഴിയുമ്പം ഒരു പക്ഷേ നിങ്ങൾക്ക് തോന്നുമായിരിക്കും, ഈ ഒരു മദ്യാസക്തനെ കുളിപ്പിച്ച് കുറിയൊക്കെ തൊട്ട് ഏതെങ്കിലും പീഠത്തിന്റെ മുകളിൽ കൊണ്ടേ ഇരുത്തി അങ്ങനെ സുരക്ഷിതമായിട്ട് അയാളെ ഇരുത്തേണ്ട ഒരാളാണ് എന്ന് നിങ്ങൾ സങ്കല്പിച്ച് പോയിട്ടുണ്ടെങ്കിൽ അത് തീർത്തും ഒരു തെറ്റായ ധാരണയാണ് എന്ന് ഞങ്ങൾക്ക് തുടക്കത്തിൽ തന്നെ ഞങ്ങൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അതല്ല അതിന്റെ അവസ്ഥ. അയാളെ സ്വതന്ത്രമായിട്ട് വിടാൻ കഴിയണം. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാല്, ഈ കുടുംബവും ഒത്തൊരുമിച്ച് സ്നേഹത്തോടു കൂടി, ഐക്യത്തോടു കൂടി, പരസ്പര ധാരണയോടും വിശ്വാസത്തോടും കൂടി ഒരുമിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു യാത്ര നിങ്ങൾ ആരംഭിക്കണം. അതല്ലെങ്കിൽ അതോടുകൂടി കഴിഞ്ഞു, ഈ പരിപാടി അവസാനിച്ചു, തുടക്കത്തിൽ തന്നെ പരാജയമായി മാറിപ്പോകും. അപ്പം അവിടെ അതാണ് പിന്നീടുള്ള ഒരു കുടുംബം എന്ന് ആ ഒരു അധ്യായത്തിന്റെ തലക്കെട്ട് പോലും കൊടുക്കാനുണ്ടായ കാരണം എന്താ? ഈ പിന്നീടുള്ള കുടുംബം എന്ന് പറയുമ്പോൾ മുന്നേ ഒരു കുടുംബം ഉള്ളത് കൊണ്ടാണല്ലോ പിന്നീടുള്ള ഒരു കുടുംബം എന്ന് പറയുന്നത്. അപ്പൊ മുന്നേ ഉള്ള കുടുംബം അത്ര നല്ലതല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ കുടുംബം ഇമ്പം ഇല്ലായിരുന്നു, അവിടെ ഭൂകമ്പമായിരുന്നു. ഇവിടെ കുടുംബം ഇമ്പം ഉണ്ടാകണം, അപ്പോൾ മാത്രമാണ് അത് കുടുംബമായി മാറുന്നത് എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണം.
അപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി ഒരു ചീറിപ്പാഞ്ഞടിക്കുന്ന ഒരു കൊടുങ്കാറ്റ് പോലെ സഞ്ചരിച്ച മദ്യാസക്തനെ ആ ഒരു കാറ്റെല്ലാം നിന്ന് ശാന്തതയിലേക്ക് അയാൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പറയുന്നത് കൊടുങ്കാറ്റിന് ശേഷമുള്ള ശാന്തതയോ കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തതയോ അല്ല, ഈ കൊടുങ്കാറ്റിന് ഇടയിലൂടെയുള്ള ഒരു ശാന്തത നമ്മൾക്ക് ദർശിക്കാൻ പറ്റണം. കാരണം എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചു എന്നുള്ളതല്ല, മദ്യാസക്തന്റെ സാഹചര്യങ്ങളെല്ലാം വളരെ സ്പോണ്ടേനിയസ് ആയിട്ട്, അതായത് വളരെ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനസ്സിനുടമയാണ് മദ്യാസക്തൻ. അപ്പൊ അതിനനുസരിച്ച് ഈ പായക്കപ്പലൊക്കെ പോകുന്ന പോലെ നമ്മൾ ആ കപ്പിത്താന്റെ ഒരു മികവോടുകൂടി അത് നമുക്ക് ഓടിക്കാൻ പറ്റണം. അതിന് കുടുംബത്തിന് വലിയ പ്രാധാന്യമുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒരു വാദത്തിന് പറയാം, ഇതൊരു വ്യക്തിപരമായ പ്രോഗ്രാമാണ്, സെൽഫിഷ് പ്രോഗ്രാമാണ്, മദ്യാസക്തൻ ആവുന്നത് കുടുംബത്തിനെ കൊണ്ടാണോ, അല്ലെങ്കിൽ കുടുംബം ഇല്ലാത്തവരില്ലേ, ഭാര്യ ഇല്ലാത്തവരില്ലേ, കുട്ടികൾ, ഇതൊക്കെ ശരിയാണ്, അങ്ങനെ തന്നെയാണ് അതിൻ്റെ യാഥാർത്ഥ്യവും. പക്ഷെ ഉണ്ടെങ്കിൽ അതിനെ ആ രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയാൽ അത് കൂടുതൽ മികച്ച ഒരു സുബോധാവസ്ഥയ്ക്കുള്ള ഒരു തുടക്കമായിട്ട് അത് മാറും. അതിൽ പറയുന്നുണ്ട് പല കാര്യങ്ങളും. ഒരു കുടുംബനാഥൻ വീട്ടിലേക്ക് വരുമ്പം അയാളുടെ മാനസികാവസ്ഥയ്ക്ക് അനുസരിച്ച് അയാളെ പരിഗണിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ തകർന്നു പോവും. അതാണ്, നമ്മൾ പരിഗണിക്കുന്നവരെ നമ്മൾ പരിഗണിക്കണം, അവഗണിക്കുന്നവരെ നമ്മൾ അവഗണിക്കണം. നമ്മളെ പരിഗണിക്കാൻ ഒരു പൂച്ചക്കുട്ടി മാത്രമാണുള്ളതെങ്കിൽ ആ പൂച്ചക്കുട്ടിക്ക് വേണ്ടി ജീവിക്കാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അത്തരത്തിലുള്ള ഒരു കാരണം ഒന്നാമത്തത്, ഈ മദ്യാസക്തൻ ഒരുതരം പ്രത്യേക പരിഗണന ആവശ്യപ്പെടുകയും അത് പ്രത്യേകമായിട്ട് പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. ഈരെടുത്ത പേന് കൂലി വേണമെന്നൊക്കെ നമ്മൾ തമാശയ്ക്ക് പറയുന്ന മാതിരി കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ, അതുകൊണ്ടാണല്ലോ നമ്മളെ ഗ്രൂപ്പുകളിലൊക്കെ ഷെയറിങ്ങിൽ നമ്മൾ പറയില്ലേ, എന്താ പറയാ, ഇന്ന് ഞാൻ എൻ്റെ മക്കൾക്ക് മിഠായി വാങ്ങിക്കൊടുത്തു, ഞങ്ങൾ ഇന്ന് ഞായറാഴ്ച ചിക്കൻ വാങ്ങി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു, ഞാൻ എൻ്റെ ഭാര്യയോട് ഒരു തെറ്റ് ചെയ്തപ്പോൾ ക്ഷമ പറഞ്ഞു, എൻ്റെ മക്കളോട് ഞാൻ ദേഷ്യം പിടിച്ചപ്പോൾ അവരോട് ഞാൻ ക്ഷമ പറഞ്ഞു. ഇതൊന്നും പൊതുസമൂഹത്തിനോട് നമുക്ക് പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ഭാഷയല്ല അത്. പക്ഷെ അത് നമ്മൾക്ക് അത്തരം പ്രവൃത്തിയിലേക്ക്, മാറിയ ഒരു പ്രവൃത്തിയിലേക്ക് നമ്മൾ ചെല്ലുമ്പം അത് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന വലിയ വലിയ മാറ്റങ്ങൾ, അത്ഭുതാവഹമായിട്ടുള്ള മാറ്റങ്ങളിലൂടെ നമ്മളത് കടന്നു പോകുന്നത്. അപ്പൊ ഇത് നമുക്ക് പങ്കുവെക്കാനുള്ള ഒരു സ്ഥലമാണ് ആൽക്കഹോളിക് അനോണിമസ്. അതുകൊണ്ട് തന്നെ അത്തരം മീറ്റിങ്ങുകളും സാഹചര്യങ്ങളും നമുക്ക് ഇല്ലാതിരുന്നെങ്കിൽ നമ്മൾ ഒരു തരം വരൾച്ച നമ്മൾ അനുഭവിക്കും. ഒരു എന്താ പറയാ, വല്ലാത്ത ഒരു വരൾച്ച നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും. അപ്പൊ അവിടെയാണ് ഇത്തരത്തിലുള്ള ഒരു വല്ലാത്തൊരു കൂടിച്ചേരലുകൾ നമുക്ക്. കാരണം ഒന്നാമത്തെ, ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മറ്റ് മനുഷ്യരില്ലെങ്കിൽ ഈ ഭൂമിയിൽ ജീവിക്കാൻ വലിയ പ്രയാസമാണ്. മറ്റുള്ള മൃഗങ്ങളിൽ നിന്ന് മനുഷ്യനെ വേർതിരിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാല്, എൻ്റെ വീട്ടിലൊക്കെ പണ്ട് ധാരാളം പശുക്കളും ആട് കോഴി ഇതൊക്കെ നിറഞ്ഞുണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ആഴ്ചയിലും മാസത്തിലൊക്കെ വീട്ടിൽ പശുക്കൾ പ്രസവിക്കും, ആട് പ്രസവിക്കും. നല്ല രസമാണ് ഇതിന്റെ ഒച്ചയും ഇതൊക്കെ കേൾക്കാനും ഇതൊക്കെ. അപ്പം ഇത് ഞാനൊക്കെ നോക്കി നിന്നിട്ടുണ്ട്. ഒരു മണിക്കൂർ സമയം വേണ്ട, ഈ പശുവൊക്കെ പ്രസവിച്ചു കഴിഞ്ഞാൽ അതിന്റെ കുട്ടീനെ നക്കി 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 പെട്ടെന്ന് തന്നെ ആ പശുക്കുട്ടി ഒരു മണിക്കൂർ കഴിയുമ്പോഴേക്കും അത് തുള്ളിച്ചാടി ആ പശുവിന്റെ എന്താ പറയാ അകിട്ടിൽ ചെന്ന് പാല് കുടിക്കുന്നത് കാണാം. അത്ഭുതത്തോടു കൂടി കാണാം. നേരെ മറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ എനിക്കൊരു കുഞ്ഞുമോനുണ്ട്, 1.5 വയസ്സായിട്ടേ ഉള്ളൂ. ആ കുട്ടി പ്രസവിച്ച് അല്ലെ ഭാര്യ പ്രസവിച്ച് ആ കുട്ടീനെ എടുക്കാൻ തന്നെ എനിക്ക് പേടിയായിരുന്നു. എത്രയോ കഴിഞ്ഞിരിക്കണം അതിനൊന്ന് എടുക്കാൻ തന്നെ എനിക്ക് തോന്നാൻ. അല്ലെങ്കിൽ നമുക്ക് അതിന്റെ തലയൊന്ന് ഉറച്ചു കിട്ടണമെങ്കിൽ 6 മാസം പിടിക്കും. അതൊന്ന് ഒന്ന് മുട്ടുകുത്തണമെങ്കിൽ ചിലപ്പം ഒരു 10 മാസമോ അല്ലെങ്കിൽ 1 വയസ്സൊക്കെ ആവും. അപ്പം അതിനൊന്ന് എടുക്കാൻ തന്നെ നമുക്ക് മര്യാദയ്ക്ക് പറ്റണമെങ്കിൽ എത്ര സമയം കഴിയണം? അതിന്റെ 28ആയി, 56ആയി, 90ആയി, 1 വയസ്സായി, പിറന്നാളായി, അങ്ങനെ 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 പോകുമ്പോഴാണ്. എന്നിട്ട് കഴിയുന്നുണ്ടോ? 5 വയസ്സ് വരെയൊക്കെ ഈ കുട്ടി മര്യാദയ്ക്കൊന്ന് ഒരു കുട്ടിയായി മാറണമെങ്കിൽ എത്ര സമയം എടുക്കുന്നുണ്ട്? അങ്ങനെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടം വരെ നമുക്ക് എല്ലാത്തിനും മറ്റ് മനുഷ്യരുടെ സഹായമില്ലാതെ ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ കുടുംബം എന്ന് പറയുന്ന ആ ഒരു സംവിധാനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അപ്പൊ മറ്റാളുകളുടെ സഹായമില്ലാതെ നമുക്ക് ഭൂമിയിൽ ജീവിക്കാൻ ഒരിക്കലും സാധ്യമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു കുടുംബത്തിന് വലിയ പ്രാധാന്യമുണ്ട്. എല്ലാം തകർന്ന് ഒരുപാട്, ഇപ്പം ചിലപ്പോഴൊക്കെ ചികിത്സയ്ക്കൊക്കെ കൊണ്ടുപോകുമ്പം നമ്മളോട് പറയും, ഞങ്ങൾ വരൂല, അയാളെ എവിടെ കൊണ്ടുപോയിട്ട് എന്താ കാര്യം, 10 തവണ കൊണ്ടിട്ടതാണ്, അയാൾ നന്നാവൂല, അയാള്
അങ്ങനെ ആവില്ല ഇങ്ങനെ ആവില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് തർക്കിക്കുന്ന, എത്രയോ കാലം വിവാഹ ബന്ധമൊക്കെ മാറി അങ്ങനെയായി ഇങ്ങനെയായി പോയി കിടക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ പിന്നീട് ഒരുപാട് അത്ഭുതങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ചില സമയത്ത് അവർ ചികിത്സാലയത്തിൽ വരും, കൗൺസിലിങ്ങിന് വരും, അതിൽ പങ്കെടുക്കും. എന്നിട്ട് അവർ വീണ്ടും അവർ ഈ സുബോധത്തിലൂടെയൊക്കെ ഇങ്ങനെ കടന്നു പോകുമ്പം ഒരു വർഷമൊക്കെ കഴിഞ്ഞ് അവർ ടോക്കൺ വാങ്ങുന്ന സമയത്ത് ചില ഭാര്യമാരൊക്കെ ഷെയർ ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്. എത്രയോ തവണ ഞാൻ കേട്ടിട്ടുണ്ട്. അതൊക്കെ എത്രയോ എൻ്റെ ജീവിതത്തിൽ അനുഭവങ്ങളുണ്ട്. ഓ ഓ, എന്താ പറയാ, വല്ലാത്തൊരു ഭാഗ്യമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. കാരണം ഞങ്ങൾ ചിന്തിച്ചിരുന്നത് ഈ മനുഷ്യൻ എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു, എന്നാലേ ഞങ്ങൾക്ക് ഒരു സമാധാനത്തോടു കൂടി ജീവിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ എത്രയോ നാളുകൾ കരഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പം ഞങ്ങൾക്ക് എത്ര വലിയ ഒരു ആനന്ദ കണ്ണീര് ഞങ്ങൾക്ക് വരുന്നു. കാരണം എന്താ വെച്ചാൽ ഈ ഒരു മനുഷ്യന് ഇല്ലായിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഞങ്ങളുടെ ജീവിതം മാറി. എത്ര നല്ലൊരു മനുഷ്യനാണ് അയാള്. ആ ഒരു എന്താ പറയാ, അസുഖം അല്ലെങ്കിൽ ഈ സ്വഭാവം ഒന്ന് മാറിയപ്പം ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ ഇന്നുണ്ട്. ഞങ്ങളെ മക്കൾ ഇന്ന് പഠിക്കുന്നു, മകളുടെ കല്യാണം കഴിഞ്ഞു, മകൻ ഇന്ന് വിദേശത്ത് ജോലി ചെയ്യുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ഇന്നൊരു വീടുണ്ട്, ഞങ്ങൾ ഇന്ന് കാറിലാണ് വന്നത് എന്നൊക്കെ പറയുന്ന എത്ര എത്ര അത്ഭുതപ്പെടുത്തുന്ന കഥകൾ നമ്മളുടെ ജീവിതത്തിലുണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ കൂട്ടായ്മയിൽ നമുക്ക് അനുഭവത്തിലുണ്ട്. അപ്പൊ ഇതൊക്കെ വെറുതെ സംഭവിച്ചതല്ല. ഇത്തരത്തിലുള്ള അത്ഭുതങ്ങൾ സംഭവിക്കുന്ന ഒരു കൂട്ടായ്മയാണ് ആൽക്കഹോളിക് അനോണിമസ്. പക്ഷേ ഇവിടെയൊക്കെ നമ്മളൊരു കാര്യം കൂട്ടിച്ചേർക്കണം: പ്രവൃത്തി ഇല്ലാതെ ഒരു അത്ഭുതം. ആക്ഷൻ ഈസ് ദ മാജിക് വേർഡ് എന്ന് പറയും. ഈ ലോകത്ത് വിജയിച്ചവർക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നിങ്ങൾക്ക്. അവര് തീരുമാനമെടുക്കാൻ വളരെ കഴിവുള്ളവരായിരുന്നു. തീരുമാനങ്ങൾ മാത്രമല്ല, ആ എടുത്ത തീരുമാനങ്ങളെ പ്രാവർത്തികമാക്കാനും കൂടി അവർ അല്പസമയം അതിനുവേണ്ടി ചെലവഴിച്ചപ്പോൾ അത്ഭുതപ്പെടുത്തുന്ന റിസൾട്ടുകൾ അവർക്ക് ഉണ്ടാക്കാൻ പറ്റി എന്നുള്ള. അപ്പൊ അതേപോലെ അണ്ണാരക്കണ്ണനും തന്നാലായതുപോലെ നമ്മളും കൊച്ചു 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 നമുക്ക് വേണമെങ്കിൽ ഓരോ കല്ലെടുത്ത് വെക്കാം. അതൊരു പക്ഷേ ചിലപ്പോൾ നാളെ മതിലാകി മാറാം, അതല്ലെങ്കിൽ മറ്റൊരു താജ്മഹലായിട്ടും ചിലപ്പോൾ അത് മാറിയേക്കാം. അപ്പൊ നമ്മളുടെ ആ ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ വലിയ ഒരു കാലഘട്ടത്തിലേക്ക് അത് നമ്മൾക്ക് വലിയ പ്രതീക്ഷകൾ ഉണ്ടാക്കും. നമ്മളെ ബിഗ് ബുക്ക് തന്നെ പറഞ്ഞിട്ടുണ്ട്, പുതിയ വീടുണ്ടാക്കാൻ വേണ്ടി പഴയ വീടുകൾ പൊളിച്ചു നീക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്താ പറയാ, JCB-കൾ കൊണ്ടുവന്ന് അരമണിക്കൂർ കൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് തല്ലിപ്പൊളിച്ച് കളയാൻ പറ്റും. പക്ഷേ പുതിയൊരു വീട് കെട്ടണമെങ്കിൽ കൃത്യമായ അസ്ഥിവാരം എടുത്ത് അതിന് പ്ലാന് വരച്ച് തറ നിർമ്മിച്ച് എല്ലാം ഭംഗിയായി ഘട്ടം ഘട്ടമായിട്ടേ നമുക്ക് നിർമ്മിച്ചെടുക്കാൻ പറ്റുള്ളൂ. ആ പുനർനിർമ്മാണത്തിന് വേണ്ടി നിങ്ങളുടെ മുമ്പിൽ ധാരാളം സമയം മുന്നിലുണ്ട്. ദിസ് ഈസ് നോട്ട് എ സിംഗിൾ നൈറ്റ് മാറ്റർ എന്ന് ഇംഗ്ലീഷിൽ പറയാം. ഇതൊരു രാത്രി കൊണ്ട് സംഭവിക്കുന്ന കാര്യമല്ല. പണ്ട് ഓസ്ട്രേലിയയിൽ നിന്ന് മിക്ക് എന്ന് പറഞ്ഞൊരു സുഹൃത്ത് ഇവിടെ വന്നിരുന്നു. അപ്പൊ അയാളുടെ അടുത്ത് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അയാൾ തിരിച്ചുപോയി. അപ്പൊ അയാൾ എനിക്ക് അവിടുന്ന് കൊറിയർ അയച്ചിട്ട് ഇത് കൊറിയർ അയച്ചു തരാന്ന് പറഞ്ഞു. അന്ന് ആ കാലത്ത് നമ്മളെ പോക്കറ്റ് എഡിഷൻ ബുക്കൊന്നും ഇല്ലായിരുന്നു അവിടെ. അപ്പൊ അത് അയാൾ എനിക്ക് അയച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് പോയ ഒരാൾ കുറെ നാള് മാസങ്ങളോളം ഇതാൾ മറന്നുപോയി. അങ്ങനെ ഞാൻ അയാളോട് ഒരു മെയിൽ ചെയ്ത് ചോദിച്ചു, അല്ല നിങ്ങൾ വല്ലാത്തൊരു മനുഷ്യനാണല്ലോ, എന്തുകൊണ്ട് നിങ്ങൾ വൈ ഡിഡ്ന്റ് യു സെൻഡ് മീ ബുക്ക് എന്നൊക്കെ പറഞ്ഞ് ഇംഗ്ലീഷിൽ കുറെ ഇതൊക്കെ അയച്ചു. അങ്ങനെ അയാൾ എനിക്കൊരു മറുപടി അയച്ചത് എന്താ അറിയോ? രതീഷ് ഭായ്, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ റോമാ നഗരം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മറ്റേ മോഹൻലാൽ സിനിമയിൽ പറഞ്ഞ ധാരാവി ധാരാവി നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞ മാതിരി ഇയാൾ എന്നോട് പറയാം, റോമാ നഗരം എന്ന് കേട്ടിട്ടുണ്ടോ? അത് ഒരു രാത്രി കൊണ്ട് ഉണ്ടാക്കി തീർത്തതല്ല. കണക്കിന് മനുഷ്യര് ഒരുപാട് രാവും പകലും അധ്വാനിച്ചിട്ടാണ് ഇന്ന് ലോകത്ത് അത്ഭുതപ്പെടുത്തുന്ന ഒരു റോമാ നഗരം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അതുപോലെയാണ് ഒരു മദ്യാസക്തന്റെ ജീവിതം. അതൊരുപാട് പ്രതിസന്ധികൾ നിറഞ്ഞതാണ്. അപ്പൊ അതിന്റെ ഇടയിൽ നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം എനിക്ക് മറന്നുപോയി, അതുകൊണ്ട് ക്ഷമിക്കണം, എത്രയും പെട്ടെന്ന് ഞാൻ അയച്ചു തരാമെന്ന് പറഞ്ഞു. അയാൾ പിറ്റേന്ന് തന്നെ ഒരാഴ്ച കൊണ്ട് തന്നെ അയാൾ അത് അയച്ചു തരികയും ചെയ്തു. അപ്പൊ ഇങ്ങനെ തകർന്നടിഞ്ഞ ഛിന്ന ഭിന്നമാക്കപ്പെട്ട ഒരു വൈകാരിക മാനസികാവസ്ഥകൾക്ക് ഉടമകളാണ് മദ്യാസക്തർ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ കുടുംബം എന്ന് പറയുന്ന അവസ്ഥ നമ്മൾ ചിന്തിക്കുന്ന അത്ര ചെറുതല്ല. അത് ഒരു വിശാലമായ ഒരു കടൽ പോലെ കിടക്കുകയാണ്. അവിടെ എന്തൊക്കെ അഡ്ജസ്റ്റ്മെന്റുകൾ നടത്തിയാലും ഒരു കാര്യം ഉറപ്പാണ്, അയാൾ എന്ത് വില കൊടുത്തും അയാൾ കുടിക്കാതിരിക്കണം എന്നുള്ളതിന് വളരെ വലിയ പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. കാരണം കുടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മദ്യാസക്തൻ മരിക്കുക എന്നുള്ളതിന് തുല്യമാണ്. അവിടെ ഒരു പോരായ്മകൾക്കും പ്രസക്തിയില്ല. അതുകൊണ്ടാണ് ഭാര്യ ആയാലും അല്ലറ്റീൻ ആയാലും ചെറിയ കുട്ടികളാണ്, ഇതിനൊക്കെ പ്രത്യേകം പ്രത്യേകം കൂട്ടായ്മകൾ നമ്മൾ രൂപീകരിക്കാനുണ്ടായ സാഹചര്യം. കാരണം ഒരു മദ്യാസക്തന്റെ കൂടെ നിരന്തരമായി ജീവിച്ച ഒരു കുടുംബാംഗം, ഭാര്യ ആകട്ടെ, അമ്മയാകട്ടെ, അച്ഛനാകട്ടെ, ആരാകട്ടെ, അവര് ഒരു നരമ്പ് രോഗികളായിട്ട് മാറിയിട്ടുണ്ടാവും.
അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു പുനർനിർമ്മാണം, ഒരു സമഗ്രമായ ഒരു പുരോഗതി അവർക്ക് വേണം. എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്? കെട്ടുതാലി പണയം വെച്ച് 30 ദിവസം ഭാര്യയുടെ കൂടെ ചികിത്സാലയത്തിൽ അന്തി ഉറങ്ങിയവളായിരിക്കും ഭാര്യ. എന്നിട്ട് വീട്ടിൽ വന്ന് ചികിത്സ കഴിഞ്ഞ് വന്ന് ഇയാൾ ഒരു മാസം മീറ്റിങ്ങിന് പോയിട്ട് പിറ്റത്തെ ആഴ്ച ഇയാളോട് പണയം വെച്ച മാല നിങ്ങൾ എടുത്തു തന്നില്ലല്ലോ, ഇന്നിവിടെ മറ്റേതുണ്ടോ അതുണ്ടോ, സാരി വാങ്ങിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കയർക്കുമ്പം ഈ മനുഷ്യന് ചിലപ്പം അതൊന്നും വാങ്ങിക്കൊടുക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലായിരിക്കില്ല ഈ ഒരു മദ്യാസക്തനായ കുടുംബനാഥൻ. കുട്ടികൾ ചിലപ്പോൾ പല ആവശ്യങ്ങളും പെടും. മദ്യപിച്ചിരുന്ന സമയത്ത് കുട്ടികൾക്ക് മുട്ടായിയും പലതും ഡ്രസ്സും ഒക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ കുടി നിർത്തി കഴിഞ്ഞാൽ ഇയാൾക്ക് ഇതൊന്നും ചിലപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലായിരിക്കില്ല ഇയാള്. അപ്പൊ ഇതൊക്കെ ഒരു പരസ്പര ധാരണയോടുകൂടി, ഒരു കാഴ്ചപ്പാടോടുകൂടി ഇത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ കുടുംബജീവിതം പരിപൂർണമായൊരു പരാജയത്തിലേക്ക് പോകും. എന്നിട്ട് അയാൾ കുടിച്ചു എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അയാൾ ജീവിതത്തിൽ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞ് വിലപിച്ചിട്ടൊന്നും കാര്യമില്ല. കാര്യം എന്താ? ഇതൊരു യാഥാർത്ഥ്യമാണ്. യാഥാർത്ഥ്യത്തെ നമ്മൾ അംഗീകരിക്കാൻ പറ്റണ്ടേ? അതിനിപ്പോ കുറെ മെഡൽ വാങ്ങിയിട്ടോ ബർത്ത്ഡേക്ക് കുറെ കോഴി ബിരിയാണി കൊടുത്തിട്ടൊന്നും കാര്യമില്ല. പ്രോഗ്രാം വേണം. പ്രോഗ്രാം ഇല്ലാതെ നമ്മൾ എന്ത് തലകുത്തി മറിഞ്ഞിട്ടും ഒരു കാര്യവും ഇല്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അർഹിക്കുന്ന പരിഗണന അയാൾക്ക് കിട്ടണം. ഈ പരിഗണനയെ പറ്റി പറയുമ്പോൾ പെട്ടെന്ന് ഒരു കഥ ഓർമ്മ വന്നു. ഒരു സ്കൂളിലെ ടീച്ചർ കുട്ടികളോട് ചോദിക്കുക, മക്കളെ നിങ്ങൾക്ക് ആകാനാണ് ഇഷ്ടം എന്ന് ചോദിച്ചു. അപ്പൊ ടീച്ചർ അങ്ങനെ കുട്ടികളോട് ചോദിച്ചപ്പോൾ ഓരോ കുട്ടികൾ പറഞ്ഞു, ടീച്ചറെ എനിക്ക് ഡോക്ടർ ആകണം. ഒരു കുട്ടി പറഞ്ഞു എനിക്ക് എഞ്ചിനീയർ ആകണം. വേറൊരു കുട്ടി പറഞ്ഞു എനിക്ക് ടീച്ചർ ആകണം. ഏതൊരു കുട്ടി പറഞ്ഞു എനിക്ക് JCB വണ്ടീൻ്റെ ഡ്രൈവർ ആകണം എന്ന് വരെ പറഞ്ഞ കുട്ടികൾ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അപ്പം ഹോംവർക്ക് ചെയ്യാത്തതിന് എന്താ പറയുക മാറ്റി നിർത്തിയ ദാസൻ എന്ന് പറഞ്ഞൊരു കുട്ടി ഏറ്റവും ബാക്കത്തെ ബെഞ്ചിൽ മതിലിൽ ചാരി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ദാസൻ പെട്ടെന്ന് അവിടുന്ന് എഴുന്നേറ്റ് പറഞ്ഞു, ടീച്ചറെ എനിക്ക് റേഷൻ കടയിലെ രാമേട്ടനായാൽ മതി ആവണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു. പെട്ടെന്ന് കുട്ടികളെല്ലാവരും പൊട്ടിച്ചിരിച്ചു, ടീച്ചറും കൂട്ടത്തിൽ ചിരിച്ചു. പക്ഷെ കൗതുകത്തിന് വേണ്ടി ചോദിച്ചു, എന്തുകൊണ്ടാണ് ദാസ നീ രാമേട്ടൻ ആവണമെന്ന് പറഞ്ഞതെന്ന് വെച്ചപ്പം ആ കുട്ടി പറഞ്ഞ മറുപടി എന്താ അറിയോ? ഞാൻ ഈ സ്കൂൾ വിട്ട് പോകുമ്പോൾ എൻ്റെ വീട്ടിൻ്റെ അടുത്തൊരു ഹോട്ടലുണ്ട് ടീച്ചറെ. ആ ഹോട്ടലിൽ ജോലി ചെയ്തിട്ട് കിട്ടുന്ന അല്പസമയം ജോലി ചെയ്താൽ കിട്ടുന്ന പൈസ കൊണ്ടാണ് ഞാൻ എൻ്റെ കുടുംബം ഇതിലേക്ക് ചെലവുകളൊക്കെ നടക്കുന്നത്. പക്ഷെ ഞങ്ങളെ വീട്ടിൻ്റെ അടുത്ത് റേഷൻ കടയിലെ രാമേട്ടനെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. കാരണം അയാൾ നല്ലൊരു മനുഷ്യനാണ്, എല്ലാവരോടും ഭയങ്കര സ്നേഹമാണ്. അപ്പൊ അയാൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അയാൾക്ക് കിട്ടുന്ന ആ ഒരു പരിഗണന കണ്ടിട്ടാണ് ഈ മറ്റേ ദാസൻ പറഞ്ഞത് എനിക്ക് എൻ്റെ റേഷൻ കടയിലെ രാമേട്ടനാകണം എന്നാണ് ആഗ്രഹം. കാരണം മനുഷ്യന് വേണ്ടത് പരിഗണനയാണ്. ആ പരിഗണന കിട്ടുക എന്ന് പറയുന്നതിന് വലിയ പ്രാധാന്യമുണ്ട്. അപ്പൊ നമുക്ക് മറ്റാളുകളെ ലിവ് ആൻഡ് ലെറ്റ് ലിവ് എന്ന് പറയും. നമ്മൾ ജീവിക്കുക മാത്രം പോരാ, മറ്റൊരാളെ ജീവിക്കാൻ അനുവദിക്കുക എന്നുള്ളതിനും വലിയ പ്രാധാന്യം നമ്മൾ കൊടുക്കണം. അപ്പൊ അങ്ങനെ ഓരോരുത്തർക്കും വീട്ടിൽ ഓരോരുത്തരോടും ഇപ്പൊ നമ്മള് ഈ പാരമ്പര്യങ്ങള് പടികൾ മാത്രം പോരാ, പാരമ്പര്യങ്ങളും നമ്മളെ കുടുംബത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കാം എന്ന് നമ്മളോട് ചോദിക്കാറുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ചോദിക്കാം. ഓരോരോ തീരുമാനം എടുക്കുമ്പോഴും നമ്മളെ ജീവിതത്തിൽ എല്ലാവരെയും പരിഗണിച്ചുകൊണ്ട് നമുക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പോകുമ്പോൾ അത് രസകരമായ ഒരു യാത്രയായിട്ട് സുബോധാവസ്ഥ മുന്നോട്ട് പോകും എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യം, ഏതൊരു കാര്യവും നമ്മളാണ് വീട്ടിലെ കുടുംബനാഥൻ അല്ലെങ്കിൽ ഞാനാണ് ആ വീട് മൊത്തം നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അവകാശവാദം ഉന്നയിച്ച് നമ്മളങ്ങനെ ഭരണകർത്താക്കളാവേണ്ട കാര്യമില്ല. വീട്ടുകാർക്ക് അവർക്കും അർഹിക്കുന്ന പ്രാധാന്യം അവർക്ക് കൊടുക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പ്രാധാന്യം കൊടുത്ത് എല്ലാവരെയും ഒരുമിച്ച് നിർത്താൻ പറ്റുമ്പം അത് ഒരു ജീവിതത്തിലെ വിജയകരമായ ഒരു യാത്രയ്ക്ക് അത് തുടക്കമായി മാറും. ഇതേ കാര്യം തന്നെ നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ തൊഴിലിടങ്ങളിൽ നമുക്കിത് പാലിച്ചുകൂടാ? ഇപ്പൊ ഒന്നും വേണ്ട, എയിൽ വന്നു, ഞാൻ സുബോധവാനായി, തുടങ്ങി ഇയാൾ മീറ്റിങ്ങിന് പോകാൻ തുടങ്ങി, ഫുൾ ടൈം മീറ്റിങ്ങിന്. പണ്ടാണെങ്കിലോ ഇപ്പോഴാണെങ്കിലും മീറ്റിംഗ്. പണ്ട് കള്ളുഷാപ്പിലായിരുന്നു 24 മണിക്കൂർ, ഇപ്പൊ 24 മണിക്കൂറും മീറ്റിങ്ങിലാണ് എന്നുള്ള അവസ്ഥ. അതും വലിയ പ്രശ്നങ്ങളാണ്. കാരണം എന്താ വെച്ചാൽ എവിടെയെങ്കിലും ഒരു ബാലൻസിങ് നടക്കണ്ടേ? അപ്പം അതും നമ്മുടെ ജീവിതത്തിലെ കുടുംബ പ്രശ്നങ്ങളിൽ ക്ഷണിച്ചു വരുത്താൻ വലിയൊരളവിൽ അത് കാരണമായി മാറും. അപ്പൊ അവിടെയും ഒരു ബാലൻസിങ് നമുക്ക് നടത്തണം. 12-ാം പടി എന്ന് പറഞ്ഞ് നമ്മൾ പോയിട്ട് രാത്രി 12 മണി വരെ 12-ാം പടി നടത്തി വീട്ടിലേക്ക് വരുമ്പോൾ വീട്ടുകാര് ചിലപ്പം പനി പിടിച്ച് കിടക്കുകയാണോ, കുട്ടിക്ക് മരുന്ന് വാങ്ങിയോ, വീട്ടിൽ ഭക്ഷണം വെച്ചോ, ഇതൊക്കെ നമ്മളൊന്ന് അന്വേഷിക്കണ്ടേ? ആ സമയത്ത് എല്ലാം ദൈവം നോക്കിക്കോളും, 12-ാം പടിക്ക് പോയി മറ്റൊരാളെ സഹായിക്കലാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞ് അതിന് മാത്രം പ്രാധാന്യം കൊടുക്കുമ്പോൾ മട്ടലിൽ ഒരു തലയ്ക്ക് ചവിട്ടിമാരിയുള്ള ഒരു അവസ്ഥ വരും. കാരണം അതല്ല ജീവിതം. നമ്മൾ ഈ കൂട്ടായ്മയിൽ വന്നതിന് ശേഷം
നമ്മളെ ഇത്രയും കാലം സഹിച്ച് നമ്മളോടൊത്തരം വയറ് കെട്ടി വരിഞ്ഞു മുറുകി കെട്ടി ജീവിച്ചൊരു കുടുംബമുണ്ട്. അവരില്ലായിരുന്നെങ്കിൽ നമ്മൾ ഉണ്ടാവില്ലായിരുന്നു. അപ്പൊ അവരെ പരിഗണിക്കാതെ ഇപ്പോഴും എവിടെയെങ്കിലും പോയിട്ട് ഈ മദ്യാസക്തന്റെ കൂടെ കെട്ടിപ്പിടിച്ച് അവൻ ഛർദ്ദിച്ചതും കോരി നക്കിപ്പിടുത്ത് അതൊന്നും വേണ്ടാന്ന് ഒരിക്കലും പറയുന്നില്ല. എല്ലാം നല്ല കാര്യങ്ങളാണ്. പക്ഷെ അതിനേക്കാളും പ്രാധാന്യവും പരിഗണനയും നമ്മളെ ബിഗ് ബുക്കിൽ ഒരു വാക്ക് പറയുന്നുണ്ട്. നമ്മൾ നമ്മളോട് കാഠിന്യമുള്ളവരായിരിക്കുകയും മറ്റുള്ളവരോട് പരിഗണനയുള്ളവരായിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ നിയമസംഹിത. അപ്പം ഇത്രയും കാലം നമുക്ക് വേണ്ടി ഉറക്കളച്ച് വേദന സഹിച്ച് ജീവിച്ച അവരെ പരിഗണിക്കാതെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മളെ കുടുംബം പരിപൂർണമായിട്ട് തകർന്നു പോകും. അപ്പോൾ എല്ലാത്തിനും കറിയിൽ ഉപ്പിടേണ്ട സ്ഥലത്ത് ഉപ്പിടണം, മുളകിടേണ്ട സ്ഥലത്ത് മുളകിടണം. എല്ലാത്തിനും അതിൻ്റെതായ അളവിൽ നമ്മൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു മാറിയ മനോഭാവം സൃഷ്ടിച്ചെടുക്കാൻ ആൽക്കോളിക് അനോണിമസിന്റെ പ്രോഗ്രാം, അവിടെയാണ് 12 പടികളുടെ പ്രോഗ്രാമിന്റെ ഒക്കെ ഒരു ആവശ്യം. നമുക്കിവിടെ വളരെ കൃത്യമായിട്ടൊരു കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ഒരു സ്പോൺസർ എന്ന് പറയുന്നത് വളരെ നിർബന്ധമായ ഒരു കാര്യമാണ്. യാതൊരു സംശയവുമില്ല. എയിൽ പല കാര്യങ്ങളും നമ്മൾ കേൾക്കും. ഒന്നിനും നിർബന്ധമില്ല, മസ്റ്റുകളില്ല എന്നൊക്കെ നമ്മൾ കേൾക്കും. ഒരു ചെറിയൊരു കഥ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മഹാഭാരത കഥകളൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും, വായിച്ചവരൊക്കെ ഉണ്ടാവും. ഇതിനകത്ത് പ്രഗത്ഭരായ 2 കഥാപാത്രങ്ങളുണ്ട് മഹാഭാരതത്തിൽ. ആരൊക്കെ അറിയോ? ഒന്ന് കർണനും ഒന്ന് അർജുനനുമാണ്. 2 പേർക്കും എന്താ പറയാ, അപാരമായ ദിവ്യശക്തികളുള്ള ആളുകളാ, അപാര കഴിവുകളുള്ള ആളുകളാ. പക്ഷെ എന്തു പറ്റി? യുദ്ധത്തില് കർണൻ നിലം പതിച്ചു പോയി, അർജുനൻ ജയിക്കുകയും ചെയ്തു. അപ്പൊ എന്താണ് സംഭവിച്ചത് എന്നുള്ള ഒരു കൗതുകം നമുക്ക് ഉണ്ടാവും അല്ലേ? കാരണം കർണൻ എന്ന് പറഞ്ഞാല് വളരെ ദിവ്യശക്തിയുള്ള ഒരാളാണ്. അയാൾ ഒരിക്കലും തോൽക്കാനുള്ള സാധ്യത ഇല്ലാത്ത ഒരാളാണ്. പക്ഷെ അയാൾ യുദ്ധത്തിൽ പരാജയപ്പെടുകയും മരണപ്പെടുകയും ചെയ്തു. പക്ഷെ അർജുനൻ അതിഗംഭീരമായിട്ട് വിജയം കൈവരിക്കുകയും ചെയ്തു. കഥയില് അതെന്താന്ന് അന്വേഷിച്ചപ്പോ കിട്ടിയ മറുപടി എന്താ അറിയോ? അതിൽ എന്താണ് കാരണം എന്ന് ചോദിച്ചപ്പം അർജുനന് അതിഗംഭീരമായൊരു മെന്റർ ഉണ്ടായിരുന്നു. അർജുനന് സാരഥിയായിട്ടും അയാളെ ഗുരുവായിട്ടും ഭഗവാൻ കൃഷ്ണൻ അയാളുടെ കൂടെ ഉണ്ടായിരുന്നു. കർണന് അങ്ങനത്തെ ഒരാൾ കൂടെ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് കർണൻ പരാജയപ്പെട്ടു പോയത്. അപ്പൊ എപ്പോഴും ആൽക്കോളിക് അനോണിമസിൽ നമ്മൾ വിജയത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മളെ സഹായിക്കാൻ നമുക്കൊരു സ്പോൺസറുടെ സഹായം നമുക്ക് നിർബന്ധമാണ്. നമുക്ക് എന്തുണ്ടായിട്ടും കാര്യമില്ല. പണം ഉണ്ടാകാം, പദവി ഉണ്ടാകാം, ജോലി ഉണ്ടാകും, എല്ലാ കഴിവുകളും നമുക്കുണ്ടാവും. പക്ഷെ നമുക്ക് സപ്പോർട്ട് ഇല്ലാതെ നമുക്ക് നിൽക്കാൻ പറ്റില്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ മാതിരി മറ്റൊരാളുടെ സഹായമില്ലാതെ നമുക്ക് നിലനിൽക്കാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത് വളരെ നിർബന്ധമായ ഒരു കാര്യമായിട്ടാണ് എയിൽ പറഞ്ഞത്. ഇത് തന്നെ നമ്മൾ ജോലി സ്ഥലത്ത് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കൂ. ചില സ്ഥലത്ത് നമ്മളെ ബിഗ് ബുക്കിൽ തൊഴിലുടമകളോട് എന്താ പറയാ, നമ്മൾ ഇതിൽ പറയാറുണ്ട് ടു എംപ്ലോയീസ് എന്ന് പറഞ്ഞിട്ട് ഒരു അധ്യായം തന്നെ നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതായത് തൊഴിലുടമകളോട് എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യണം. അന്നത്തെ കാലത്ത് അമേരിക്കയിലൊക്കെ വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനികളിൽ ആയിരക്കണക്കിന് തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ആൽക്കോളിക് അനോണിമസിന്റെ സന്ദേശം കൊടുക്കാൻ വേണ്ടി ബിൽഡബ്ല്യു കണ്ടെത്തിയ മനോഹരമായ ഒരു മാർഗമാണത്. ഈ ബിഗ് ബുക്ക് എന്ന് പറയുന്ന സാധനം എല്ലാ ഇടങ്ങളിലും വലിയൊരു സന്ദേശമായിട്ട് മാറണം എന്നുള്ള ധാരണയിലാണ് അത്തരം പ്രവൃത്തി ചെയ്തത്. അപ്പോൾ ആ തൊഴിലിടങ്ങളിലൊക്കെ നമ്മൾ പോകുമ്പോൾ നമ്മളുടെ വല്ലാത്തൊരു ആവേശം കാണിക്കാൻ നമ്മൾ എപ്പോഴും ഭയങ്കര ഒരു ഉത്സാഹം കാണിക്കും. എന്താ വെച്ചാല്, ഓ ഞാനിപ്പോ അങ്ങ് നന്നായി, മുടിയൊക്കെ കറുപ്പിച്ച് പുതിയ ഷർട്ടും മുണ്ടൊക്കെ ഇട്ട് എല്ലാം കഴിഞ്ഞ് ഗെറ്റപ്പായി, ഇപ്പൊ എല്ലായിടത്തും എനിക്കങ്ങോട്ട് മികച്ചവനാകണം. അല്ലെങ്കിൽ തന്നെ നമുക്ക് അങ്ങനെ ഒരു തകരാറുണ്ട്. ഈ ഫോട്ടോ ഒക്കെ, കല്യാണ ആൽബം ഒക്കെ നോക്കി നോക്കും നിങ്ങൾ. ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ആദ്യം കല്യാണ ചെക്കനെയും പെണ്ണിനെയല്ല നമ്മൾ നോക്കുക, നമ്മളെയാ നോക്കുക. അതെന്താ വെച്ചാൽ അതൊരു ഒരു പ്രത്യേകതയാണ്. നമുക്ക് നമ്മളെ ഇങ്ങനെ എപ്പോഴും പൊന്തിച്ച് പുകഴ്ത്തി കാണണം എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. അപ്പൊ ഇത്തരം ഒരു സ്വഭാവ വിശേഷം നമ്മൾ പല തൊഴിലിടങ്ങളിലും ചിലപ്പോൾ ആവേശത്തോടു കൂടി നമ്മൾ കാണിച്ചേക്കും. അതും നമുക്ക് ഒരുപാട് അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തും. പിന്നെ തൊഴിലിടങ്ങളിൽ ഉത്തരവാദിത്വം ഇല്ലായ്മ, ആ റെസ്പോൺസിബിലിറ്റി ഇല്ലായ്മയൊക്കെ നമ്മളെ വല്ലാതെ നമ്മുടെ ജീവിതത്തിൽ തകർക്കും. അപ്പൊ അവിടെ മീറ്റിങ്ങിന് പ്രാധാന്യം കൊടുക്കണം. എന്നാൽ ജോലിക്ക് കൃത്യമായിട്ട് ഈ ഒരു അലസത, മടി, മാറ്റിവെക്കല്, നീട്ടിവെക്കല്, മുൻവിധികൾ, ഇതെല്ലാം നമുക്ക് പടികളിലൂടെ നമുക്ക് കുറവ് വരുത്താൻ നമുക്ക് കഴിയും. അപ്പൊ അവിടെ തൊഴിലിടങ്ങളിൽ നമ്മൾ എങ്ങനെ പെരുമാറണം? അപ്പം എന്താ പറയാ, വളരെ കൃത്യമായ രീതിയിൽ നമ്മൾ പറയില്ലേ, ഈ കടുത്ത സത്യസന്ധത ആവശ്യമാക്കുന്ന ജീവിത രീതി മെനഞ്ഞെടുക്കാനൊക്കെ നമുക്ക് വല്ലാതെ പ്രയാസം വരും. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നമ്മളുടെ ഈ സൂത്രശാലിയായ ചിന്താ കുഴപ്പമുണ്ടാക്കുന്ന മദ്യാസക്തന്റെ സ്വഭാവ വിശേഷങ്ങൾ പലപ്പോഴും കടന്നു വരും. കള്ളത്തരം, ചതി, വഞ്ചന, ഇതെല്ലാം ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് കടന്നു വരും. അതുകൊണ്ടുണ്ടാകുന്ന കുറ്റബോധങ്ങൾ
ചിലപ്പോൾ പിടിക്കപ്പെട്ടേക്കാം, ചിലപ്പോൾ നമ്മളെ തെറ്റിദ്ധരിച്ചേക്കാം, ചിലപ്പോൾ നമ്മളെ കുത്തുവാക്കുകൾ കൊണ്ട് പരാമർശിച്ച് ഇവിടെയൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും ചതിക്കുഴികളിലേക്ക് നമ്മൾ നിലം പതിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നേരത്തെ പറഞ്ഞ മാതിരി ചെറിയ ചെറിയ പിഴവുകൾ വരുമ്പോൾ തന്നെ അത് അപ്പം പോയി പരിഹരിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് തയ്യാറാകണം. ഇപ്പോൾ തൊഴിലിടങ്ങളിൽ ചിലപ്പം നമ്മൾ അനോണിമിറ്റി വലിയ ഘടകമാണ്. അവിടെ ചെന്നിട്ട് നമ്മൾ പറയാൻ പാടില്ല ഞാനൊരു മദ്യാസക്തനാണ്, അതുകൊണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ചില സ്ഥലങ്ങളിൽ നമുക്ക് പറയാൻ പറ്റാത്ത അവസ്ഥകൾ വരും. എന്നാലും ആവശ്യമുള്ള സ്ഥലത്ത് അതെങ്ങനെ നമ്മൾ പറയണം എന്നുള്ളതും നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ഇവിടെയൊക്കെ ഒരു മതിയായ സുബോധാവസ്ഥയുടെ അളവുകോല് നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അതേപോലെ തൊഴിലിടങ്ങളിൽ നമ്മൾ പോകുമ്പം അമേരിക്കയിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, ശരിയോ തെറ്റോ എന്നുള്ളത് നമ്മൾ നേരിട്ട് പോയി കണ്ടറിയേണ്ടി വരും. അവിടെയൊക്കെ വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനിയിൽ ഇന്റർവ്യൂ ഒക്കെ നടത്തുമ്പം അവരവരുടെ ഡാറ്റ അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക നമ്മളുടെ ബയോഡാറ്റയൊക്കെ ഫില്ലപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ പറയും ഞാൻ ആൽക്കഹോളിക് അനോണിമസിലെ ഒരു അംഗമാണ്, 5 വർഷമായിട്ട് ഞാൻ സോബറാണെന്ന് പറയുമ്പം അവർ പ്രത്യേക പരിഗണന കൊടുക്കുന്നു എന്നുള്ളതാണ്. കാരണം അവരൊരു മെമ്പർ ആണെന്ന് പറയുമ്പോൾ അതിന് സമൂഹം നൽകുന്ന വലിയൊരു മതിപ്പുണ്ട്. പക്ഷെ അത് എന്തുകൊണ്ട് കിട്ടുന്നതാണ്? ആ പ്രോഗ്രാമിനുള്ള ഒരു ക്രെഡിബിലിറ്റിയാണ്. അപ്പൊ അതേപോലെ നമ്മൾ ഇവിടെ നമ്മളുടെ ജോലി സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ എനിക്കറിയാം, നമ്മളൊരു സുഹൃത്തുണ്ട്, അയാളിപ്പോൾ 25 കൊല്ലത്തിലധികം സോബറാണ്. അയാൾ ശരിക്കും പറഞ്ഞാൽ നാട് വിട്ട് വന്ന് ഇവിടെ ബസ് സ്റ്റാൻഡുകളിലൊക്കെ കിടന്നുറങ്ങി, അന്ത്യം ഉറങ്ങി, ഹോട്ടലിൽ ജോലിക്ക് നിന്ന് അങ്ങനെ വളർന്നു വന്ന ഒരു മനുഷ്യനാണ്. അയാൾ ഇന്ന് അറിയപ്പെടുന്ന വളരെ പ്രഗത്ഭനായ ഒരു മനുഷ്യനായിട്ട് അയാളിവിടെ മാറി. വലിയ ഒരു ഹോട്ടലിലെ വളരെ പേര് കേട്ട പദവിയിൽ അയാൾ എത്തിയ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. ഇപ്പം അയാൾ കുടുംബമായി, മക്കളായി, ഒക്കെ നല്ല നല്ല വീട്, കാറ്, ചുറ്റുപാടുകൾ എല്ലാമായി അതിഗംഭീരമായിട്ട് അയാൾ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, ഇപ്പോഴും അയാളുടെ ബോസിന് ഇയാൾക്കൊരു പനി വന്നു എന്ന് പറഞ്ഞാൽ ബോസ് ആദ്യം വിളിക്കും, നീ ഡോക്ടറെ അടുത്ത് പോയി കാണിച്ചിട്ട് വന്നാൽ മതി എന്ന് പറയുന്ന അത്ര വിശ്വാസ്യതയിലേക്ക് അവരുമായിട്ടുള്ള ബന്ധം തൊഴിലിടത്തിൽ അയാൾക്ക് വളർത്തിയെടുക്കാൻ പറ്റി. ഇപ്പൊ ഇത് ഒരാളുടെ കഥയല്ല ഞാൻ പറയുന്നത്, ഇത്തരത്തിൽ ധാരാളം ആളുകൾ നമ്മളുടെ ഇടയിൽ മാതൃകാപരമായിട്ട് ജീവിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ആൽക്കഹോളിക് അനോണിമസിൽ നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ എങ്ങനെ പെരുമാറണം, നമ്മളെ പെരുമാറ്റം എങ്ങനെ ആയിരിക്കണം എന്നുള്ളതൊക്കെ നമുക്ക് വളരെ ഇതില് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. ഇത് വലിയൊരു യൂണിവേഴ്സിറ്റിയാണ്, സാധാരണ ഒരു ഇതല്ല. നമുക്ക് എല്ലാ കാര്യങ്ങളും ഇവിടുന്ന് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പൊ ആ രീതിയിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റണം. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇതിൻ്റെയൊക്കെ ഒരു ഔട്ട്പുട്ടാണ് നമ്മളൊരു മീറ്റിങ്ങിൽ ചെന്ന് പറയാൻ. അനുഭവവും ശക്തിയും പ്രതീക്ഷയും പരസ്പരം പങ്കുവെക്കുക എന്ന് പറയുമ്പോൾ എന്താണ് ഒരു മീറ്റിങ്ങിൽ നമ്മൾ പങ്കുവെക്കേണ്ടത്? പങ്കുവെക്കുക, പങ്ക് പറ്റുക, അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും ഗിവ് ആൻഡ് ടേക്ക് ആണ്. അപ്പൊ ഒരു മീറ്റിങ്ങിൽ അങ്ങോട്ട് ചെന്നിട്ട് നമ്മള് ഇനിയിപ്പോ ഞാൻ എന്താ പറയുക, ഇനി അയാൾ പറഞ്ഞതിന് കൗണ്ടർ പറയണോ, ഇയാൾ രതീഷ് പറഞ്ഞത് വളരെ ശരിയാണ്, മൂപ്പര് പറഞ്ഞത് അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഒരുപാട് ആളുകളുടെ പേരെടുത്ത് ഇങ്ങനെ പറഞ്ഞ് അവര് പറഞ്ഞതൊക്കെ ഇങ്ങനെ പരാമർശിച്ച്, അങ്ങനെയല്ല. നമ്മളുടെ അനുഭവങ്ങൾ എന്താണ്? ഇന്ന് എൻ്റെ ഒരു ദിവസം ബിൽഡബ്ല്യു ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ഒറ്റ ദിവസം പോലും അദ്ദേഹത്തിന് ഒരേ കാര്യങ്ങൾ ആവർത്തിച്ച് പറയേണ്ടതായിട്ട് വന്നിട്ടില്ല. കാരണം ഓരോ ദിവസവും പുതിയ പുതിയ അനുഭവങ്ങളിലൂടെ കടന്നു പോകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് മീറ്റിംഗ്? മീറ്റിങ്ങിൽ നമ്മൾ പ്രയർ ടു പ്രയർ എന്ന് പറയില്ലേ, ഒരു പ്രാർത്ഥനയ്ക്ക് മുമ്പ് എത്തി ഒരു പ്രാർത്ഥന ചെയ്ത് നമ്മൾ തിരിച്ചു വരുന്ന ഒരു മീറ്റിങ്ങിന്റെ ആ സമയത്ത് ഒരു മെഡിറ്റേഷൻ ടൈമിംഗ് ആണ്. നമുക്ക് ആ സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അവിടെ നിശബ്ദമായിട്ട് നമുക്ക് സാഗൂതം അതിങ്ങനെ ശ്രവിച്ചുകൊണ്ടിരിക്കുക, ചെവികൾ തുറന്ന് വായടച്ച് ശ്രദ്ധാപൂർവം കേൾക്കുക എന്നുള്ളതാണ്. നമുക്ക് നമ്മളുടെ സമയമായി കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ അനുഭവങ്ങൾ പങ്കുവെക്കാം, സമയം ക്രമീകരിക്കാം, ആവശ്യമുള്ള കാര്യങ്ങൾ പറയാം. അനാവശ്യമായ കാര്യങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരുടെ രസം കൊല്ലികളായിട്ട് മാറേണ്ട കാര്യമില്ല. അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവിടെ പരിഗണിക്കേണ്ടി വരും, അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടി വരും. പിന്നെ ഏറ്റവും പ്രധാനം, ഇപ്പൊ നമ്മളെ പഴമക്കാരൊക്കെ പറഞ്ഞിട്ടുള്ള ചില വാക്കുകൾ എൻ്റെ സ്പോൺസറൊക്കെ എപ്പോഴും പറയും, 1 മണിക്കൂറോ 1.5 മണിക്കൂറോ ഉള്ളൊരു മീറ്റിങ്ങിൽ നിശബ്ദമായിട്ട് ആ ശ്രദ്ധാപൂർവം നമുക്ക് ഇരിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിലും വലിയൊരു 12 പടി പരിശീലനങ്ങൾ വേറെ ഒന്നുമില്ല. അത് വളരെ മികച്ച ഒരു റിസൾട്ടാണ് നമുക്ക് ഉണ്ടാക്കി തരിക. കാരണം നമ്മൾ നമ്മളെ തന്നെ ശ്രദ്ധിച്ചാൽ മതി. നമുക്കൊരു 5 മിനിറ്റോ 10 മിനിറ്റോ ഒന്ന് സൈലന്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമ്മളിങ്ങനെ വെറുതെ കൊതു കടിക്കുന്ന മാതിരി ഇങ്ങനെ, പണ്ട് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞൊരു കവിതയുണ്ട്, എന്താ പറയാ, കഞ്ഞി കുടിക്കാൻ അറിയാമോ, ചോറ് വിളമ്പാൻ അറിയാമോ,
കൊതുകിന്റെയും മൂട്ടയുടെയും കടി കൊണ്ട് കട്ടിലിൽ കിടന്നുറങ്ങാൻ കഴിയാമോ എന്ന്. അതായത് നമ്മളെ വീട്ടിലൊരു ഇത്തിരി കഞ്ഞി ഉണ്ടാവുകയുള്ളൂ. ആ കഞ്ഞി അവിടെ ഉള്ള സമയത്ത് ആരെങ്കിലും ഒരു അതിഥി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആ കഞ്ഞിയിലെ വെള്ളം മാത്രം കുടിച്ചിട്ട് ആ വരുന്ന വറ്റ് ചോറായിട്ട് മറ്റൊരാൾക്ക് വിളമ്പി കൊടുക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥ നിങ്ങളിലുണ്ടോ? ഈ കട്ടിലിൽ കിടക്കുമ്പോൾ മൂട്ടയും കൊതുകൊക്കെ കടിക്കുക എന്ന് പറയുന്നത് അസ്വസ്ഥതകളാണ് നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ അസ്വസ്ഥതകളെ ക്ഷമാപൂർവ്വം ഉൾക്കൊണ്ടുകൊണ്ട് മനസമാധാനത്തോടു കൂടി അതിജീവിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഇതൊക്കെയാണ് നമ്മളുടെ മഹാത്മാക്കൾ നമ്മളോട് ചോദിച്ച വലിയ വലിയ ചോദ്യങ്ങൾ. അപ്പൊ ഇതിനൊക്കെ ആൽക്കോളിക് അനോണിമസ് നമുക്ക് ഉത്തരം തരുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള രീതിയിൽ ഇപ്പൊ ഒരു മീറ്റിങ്ങിൽ ചെന്നാല് എല്ലാ സ്ഥലത്തും ചെന്ന് നമ്മൾ അഭിപ്രായ പ്രകടനങ്ങൾ നടത്താറുണ്ട്. ഞാനും നടത്താറുണ്ട്, ചെയ്തിട്ടുണ്ട് ഇഷ്ടം പോലെ. പക്ഷെ തിരിച്ചറിയണം, തെറ്റുകൾ സംഭവിക്കും, പക്ഷെ ആവർത്തിക്കാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ ഒരു മീറ്റിംഗ് എന്ന് പറയുമ്പോൾ ആ മീറ്റിംഗ് എന്തിനുള്ളതാണ്? നമ്മളുടെ ജീവനും ജീവിതവും നീട്ടിത്തരുന്ന ഒരു ഇടമാണ്. ഒരു മെഡിക്കൽ കോളേജിന് നൽകാൻ പറ്റാത്ത പ്രതീക്ഷ നൽകുന്ന ഒരു ഇടമാണ് ആൽക്കോളിക് അനോണിമസ്. അവിടെ ചിലപ്പോൾ പുതുമക്കാരനുണ്ടാകും. നമ്മൾ കാണിക്കുന്ന ചെറിയൊരു പിഴവ് പോലും മറ്റൊരാളുടെ ജീവൻ മരണ പോരാട്ടത്തിന് ചിലപ്പം അത് തടസ്സമായിട്ട് അല്ലെങ്കിൽ അതിന് ഇടപെടലായിട്ട് അത് മാറും. അപ്പൊ അവിടെ നമ്മൾ വളരെ ശ്രദ്ധ വേണം. ശ്രദ്ധ എന്ന് പറഞ്ഞാൽ അതീവ ശ്രദ്ധ. അവിടെയാണ് നമ്മളൊരു ന്യൂ കമർ വരുമ്പം നമ്മൾ പറയില്ലേ, ഒരു VIP ഉണ്ട് നമ്മളുടെ മീറ്റിങ്ങിൽ. എന്താ VIP? അയാൾ VIP എന്ന് പറഞ്ഞാൽ അയാളെ എടുത്ത് തട്ടിന്റെ മുകളിൽ കയറ്റി നിർത്തണമെന്നോ അല്ലെ അയാൾക്ക് മാലയിട്ട് അയാളെ സ്വീകരിക്കണം എന്നൊന്നുമല്ല. അയാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കരുത് ദയവ് ചെയ്തിട്ട്. അയാൾ വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ആണ്. അയാളുടെ ശ്രദ്ധ തെറ്റിക്കാത്ത രീതിയിൽ നിങ്ങൾ പെരുമാറണം. അത് നമ്മളെല്ലാവരും വിജിലന്റ് ആയിരിക്കണം എന്നുള്ള ആഹ്വാനമാണ് ഒരു VIP അവിടെ ഉണ്ട് എന്നുള്ള പരിഗണന നമ്മൾ കൊടുക്കുന്നത്. അല്ലാതെ അയാൾ VIP ആണ്, ഒരു ഗോപാലൻ വന്നിക്കണ്, എല്ലാവരും അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അയാൾ അങ്ങനെയല്ല. അയാളെ കൊല്ലാതിരിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മളെ ഹോം ഗ്രൂപ്പ് ഉണ്ടായിരിക്കുക. ഒരു മീറ്റിംഗ് ആണെന്ന് പറഞ്ഞിട്ട് എല്ലാ മീറ്റിങ്ങിലും കയറിയിട്ട് നമ്മളിങ്ങനെ എന്താ പറയാ ജഗപൊക ഉണ്ടാക്കലല്ല നമ്മളെ പരിപാടി. നമ്മളെ പരിപാടി എന്താ? നമ്മളൊരു വിവേകത്തോടു കൂടി അവിടെ വേർതിരിച്ചറിയാനുള്ള വിവേകം നമ്മൾ വേണം. വികാരം കൊണ്ടല്ല നമ്മൾ തീരുമാനം എടുക്കേണ്ടത്, വിവേകത്തോടു കൂടിയാണ് നമ്മൾ തീരുമാനം എടുക്കേണ്ടത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. ഒരാൾ എന്തെങ്കിലും പറഞ്ഞു, പണ്ടൊരു വീട്ടിൽ ആ ഒരു ഡൈനിങ് ടേബിളിൽ രണ്ട് മക്കൾ ഇങ്ങനെ ഭക്ഷണം വിളമ്പി കൊടുക്കുക അമ്മ. ഒരു മോൻ എന്തോ പറഞ്ഞ് മറ്റേ മോൻ അതിനേക്കാൾ എന്തോ എതിർത്ത് പറഞ്ഞു. രണ്ടുപേരും അങ്ങോട്ടായി ഇങ്ങോട്ടായി അടിയായി കച്ചറയായി ബഹളായി. രണ്ടുപേരും പറഞ്ഞ് ഞങ്ങൾക്ക് ഭക്ഷണം വേണ്ട. ഒരുത്തൻ വലിച്ചെറിഞ്ഞ് മറ്റവനും വലിച്ചെറിഞ്ഞ് രണ്ടാൾ ദൂരെ പോയി. ഈ അമ്മ എന്ത് ചെയ്യും? പിറ്റേ ദിവസം ഈ ഭക്ഷണമൊക്കെ വാരി കെട്ടി വല്ല പശുവിന്റെ കാടി വെള്ളത്തിലോ എന്തെങ്കിലും ഇട്ട് അത് അങ്ങോട്ട് കളയും. പക്ഷെ സംഭവിക്കുന്നത് എന്താ? ഒരു നേരത്തെ ഭക്ഷണമല്ല അവിടെ നഷ്ടപ്പെടുന്നത്, ഒരു ജീവിതമാണ്, അവിടെ ഒരു കുടുംബമാണ് ശിഥിലമാകപ്പെടുന്നത്. അപ്പം ഇത്തരത്തിലുള്ള നിസ്സാരമായി തോന്നുന്ന ചില പരാമർശങ്ങളെല്ലാം വലിയ ഒരു അകൽച്ചയിലേക്കും ഒരു ഇതിലേക്കൊക്കെ കാരണമായിട്ട് മാറും. അപ്പൊ നമ്മളെ വീട്ടിൽ തന്നെ ആലോചിച്ച് നോക്കൂ, നിസ്സാരമായൊരു വഴക്കായിരിക്കും, ചെറിയ ചെറിയ വഴക്കായിരിക്കും, പക്ഷെ ദിവസങ്ങളോളം അത് മിണ്ടാത്ത ഒരു നിശബ്ദമായ ഒരു അവസ്ഥയിലേക്ക് ആ ഗ്രഹാന്തരീക്ഷം മാറിപ്പോകും. അപ്പൊ അവിടെയൊക്കെയാണ് നമ്മൾ വളരെ പെട്ടെന്ന് ആ ഒരു ചെറിയൊരു പിഴവാണെങ്കിൽ പോലും അവിടെയാണെന്ന് 10ാമത്തെ പടിയുടെയൊക്കെ ഒരു പ്രാധാന്യം, ഒരു സ്പോട്ട് ഇൻവെന്ററി എന്ന് പറയും. അതാത് സമയത്ത് തന്നെ നമ്മൾ അതിനെക്കുറിച്ചുള്ള വിലയിരുത്തലുകൾ നടത്തണം. ഒരു ഹോം ഗ്രൂപ്പ് ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്താണ് ഹോം ഗ്രൂപ്പ്? നമ്മൾ ആ ഗ്രൂപ്പ്, എൻ്റെ വീട്, നേരത്തെ പറഞ്ഞ മാതിരി എനിക്കൊരു വീടുണ്ടാവണം, എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട്. അതുപോലെയാണ് ആൽക്കോളിക് അനോണിമസിലെ ഒരു ഹോം ഗ്രൂപ്പിന്റെ പ്രാധാന്യം. ആ ഹോം ഗ്രൂപ്പ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ആ മീറ്റിങ്ങിന്റെ എല്ലാ കാര്യങ്ങളിലും ഒരു ഭാഗമായിട്ട് ഞാൻ മാറണം. അവിടെ വെളിച്ചമില്ല, അവിടെ വാടക കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ സ്കൂൾ തുറക്കാൻ പറ്റിയില്ല, മറ്റുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റി, ചായ, ഇതെല്ലാം അതിൻ്റെ വാർഷികങ്ങൾ, പുതുമക്കാർ വരുന്ന കാര്യങ്ങൾ, ഇങ്ങനെ ഇന്റർഗ്രൂപ്പിന്റെ കാര്യങ്ങൾ, സർവീസിന്റെ കാര്യങ്ങൾ, ഇതിലെല്ലാം വളരെ വലിയൊരു ഭാഗമായിട്ട് ഞാൻ മാറണം. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഇടപെടൽ നടത്താൻ എനിക്ക് കഴിയണം. അല്ലാതെ എല്ലാ മീറ്റിങ്ങിലും ചെന്നിട്ട് അല്ല അതങ്ങനെയല്ല, ഈ സെക്രട്ടറി ശരിയല്ല, മറ്റേ ശരിയല്ല പറഞ്ഞിട്ട് അവിടെ കിടന്ന് വേളം ഉണ്ടാക്കലല്ല. അത് അവർക്ക് വിട്ടുകൊടുക്കുക. ആഴ്ചയ്ക്ക് ഒരു ദിവസം നിങ്ങൾ കൃത്യമായ രീതിയിൽ കൂടുതൽ സമയം നിങ്ങൾ അതിനു വേണ്ടി ചെലവഴിക്കാൻ നിങ്ങൾ തയ്യാറാവുക എന്നുള്ളതാണ് ഹോം ഗ്രൂപ്പിന്റെ ഏറ്റവും പ്രധാനം. അവിടെ വരുന്ന നവാഗതന് കൊടുക്കാൻ ലിറ്ററേച്ചറുകൾ ഉണ്ടോ? ആ മീറ്റിംഗ് നല്ല രീതിയിൽ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഗുണകരമായ രീതിയിൽ പ്രവർത്തിക്കുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ? അവിടെ എല്ലാം നമുക്ക് ഇടപെടാൻ നമുക്ക് കഴിയണം. അപ്പൊ അങ്ങനെ ഒരു മീറ്റിങ്ങിൽ എന്ത് പറയണം എന്നുള്ളത് പോലും നമുക്ക് നമ്മൾ പറയില്ല എപ്പോഴും അനുഭവങ്ങളും ദുരനുഭവങ്ങളും ഉണ്ട്.
അനുഭവങ്ങളും ശക്തിയും പ്രതീക്ഷയും പങ്കുവെക്കുക എന്നാണ് നമ്മളോട് പറയാം. പക്ഷെ നമ്മൾ പലപ്പോഴും ഈ ദുരനുഭവങ്ങൾ 90% നമ്മൾ കുടിച്ച കഥകളും വീണ കഥകളും പൊട്ടിയ കഥകളും ഇതെല്ലാം പറഞ്ഞ് അവസാനം മാത്രം ഒരു പേരിന് ശക്തിയും പ്രതീക്ഷയും ഇങ്ങനെ അടിച്ചു വിടുന്ന ഒരു പരിപാടി അതല്ല. ഒരു മീറ്റിങ്ങിൽ ചിലപ്പോൾ 10 പേരുണ്ടാവും. ഒരു നവാഗതൻ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ അധ്യക്ഷൻ പറയും, ഇന്നൊരു നമ്മളെ കൂട്ടായ്മയിൽ ഒരു നവാഗതനുണ്ട്. ശരി, ആരെങ്കിലും ഒന്ന് മുന്നോട്ട് വന്നിട്ട് അയാൾ ചിലപ്പോൾ നവാഗതന് വേണ്ട ആ ഒരു അനുഭവങ്ങളൊക്കെ പറയും. ഈ 10 പേരും വന്നിട്ട് ഈ കുടിച്ച കഥകൾ നവാഗതന് വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മറ്റുള്ള ആളുകൾക്കും ജീവിക്കണ്ടേ? അവിടെ 10 കൊല്ലക്കാരനും 5 കൊല്ലക്കാരനൊക്കെ അവിടെ ഉണ്ടാവും. അവരും നവാഗതനെ പോലെ വൈകാരികമായ പ്രശ്നങ്ങളുള്ളവരാണ്. 10 കൊല്ലം കുടിക്കാതിരുന്നു എന്നുള്ളത് കൊണ്ട് അയാളുടെ കുടി പ്രശ്നം മാറി എന്ന് ചിന്തിക്കാൻ പറ്റുമോ നമുക്ക്? ഒരിക്കലും പറ്റൂല. അപ്പൊ അവിടെ എല്ലാത്തിനും അതിൻ്റെതായ ഒരു താളത്തിൽ ഇത് സഞ്ചരിക്കണം. ആ താളം അതിന് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മളുടെ കൂട്ടായ്മയുടെ ഐക്യം തകരും. ഐക്യം തകർന്നാൽ എന്താണ് സംഭവിക്കുക? കൂട്ടായ്മയിലെ വ്യക്തിപരമായ മോചനം സാധ്യമാവില്ല, വ്യക്തി മരിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പരിഗണിച്ചിട്ട് വേണം ഒരു മീറ്റിങ്ങിൽ നമ്മൾ പെരുമാറാൻ. ഈ മീറ്റിങ്ങിൽ പെരുമാറുന്ന കാര്യങ്ങൾ ഇപ്പൊ ഞാൻ പറയാണ്, നമ്മൾ വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും എല്ലാത്തുനിന്നും ഒളിച്ചോടി നമുക്ക് നല്ല സുഖമാണല്ലോ. മദ്യാസക്തന്റെ കൂടെ രാവും പകലും നടക്കുക, എന്നിട്ട് അവനോട് കുറെ കാര്യങ്ങൾ പറയുക, നമുക്ക് നല്ല രസമാണ്. കാരണം നമ്മൾ കുടിക്കുകയൊന്നുമില്ല, നമ്മളെ എല്ലാ പ്രശ്നങ്ങളും തീരുകയും ചെയ്യും. പക്ഷെ ഇത് കഴിഞ്ഞാൽ വരേണ്ട സ്ഥലം എവിടെയാ? നമ്മളെ കുടുംബത്തിലും ജോലി സ്ഥലത്തും സമൂഹത്തിലുമാണ് നമ്മൾ പോകേണ്ടത്. അവിടെ നമ്മൾ വീണ്ടും അസ്വസ്ഥരാകുകയാണെങ്കിൽ എന്തോ ഒരു തകരാറ് ആ മീറ്റിങ്ങിനുണ്ടല്ലോ. അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ പ്രോഗ്രാമിന് എന്തോ ഞാൻ ജീവിതത്തിൽ എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടല്ലോ, അത് യാഥാർത്ഥ്യമാവാത്തതിൻ്റെ. അപ്പം ഈ ഇത്തരം ഒളിച്ചുകളിയും കള്ളക്കളിയും ഒന്നും ഒരുപാട് കാലം നമുക്ക് കൊണ്ടു നടക്കാൻ കഴിയില്ല. അവിടെയാണ് ഈ എത്ര വലിയ അണക്കെട്ടായാലും എത്ര വലിയ കോൺക്രീറ്റ് കൊണ്ട് എങ്ങനെയൊക്കെ നിർമ്മിച്ച മുല്ലപ്പെരിയാർ അണക്കെട്ടായാലും അത് 147 അടി മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അത് പൊട്ടി ഒലിക്കും. അത് നിറഞ്ഞു കഴിഞ്ഞാൽ തുറന്നു വിടണം. തുറന്നു വിട്ടിട്ടില്ലെങ്കിൽ അത് പൊട്ടിപ്പോവും. പൊട്ടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? എത്രയോ ജില്ലകൾ തന്നെ ഇല്ലാതാവുന്നതാണ് നമ്മളുടെ കണക്കുകൾ പറയുന്നത്. അപ്പൊ ഇതുപോലെ ഒരു മദ്യാസക്തന്റെ ഇത്തരത്തിലുള്ള പ്രകടനങ്ങളെല്ലാം ഇതുപോലെ കൃത്യമായ രീതിയിൽ ഒഴുക്കി വിട്ടിട്ടില്ലെങ്കിൽ അത് പൊട്ടി ഒലിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമൊന്നുമില്ല. അപ്പം ഇത്തരത്തിൽ നമ്മളുടെ ഈ കൂട്ടായ്മയുടെ ആഴത്തിലുള്ള ഒരു ഒരു പരിശീലനം അല്ലെങ്കിൽ മനസ്സിലാക്കല് നമുക്ക് നിർബന്ധമാണ്. അല്ലാതെ ഈ മുകൾ പരപ്പിലുള്ള ഒരു അന്വേഷണം കൊണ്ട് നമുക്ക് തൊലിപ്പുറത്തുള്ള ചികിത്സ കൊണ്ട് ആ അകത്തുള്ള രോഗം മാറാൻ വലിയ പ്രയാസമായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമൊന്നുമില്ല. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യും? ഈ 3 മേഖലകളിലും നമ്മൾ കൃത്യമായ രീതിയിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കണം. നമ്മൾ പറയില്ല, ഏകവിജ്ഞാനം കൊണ്ട് സർവ്വവിജ്ഞാനം എന്ന് പറയും. ഒറ്റ വെടിക്ക് 3 പക്ഷി എന്ന് പറയുന്ന പോലെ ആത്മീയ രോഗം ഞങ്ങൾ തരണം ചെയ്തപ്പോൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഭൗതികമായിട്ടും ഞങ്ങൾ വളർന്നു എന്നാണ് ബിഗ് ബുക്കിൽ പറഞ്ഞു. എന്താണ് നമ്മളുടെ ആത്മീയ രോഗം? ഞങ്ങളുടെ മനോഭാവമായിരുന്നു ഞങ്ങളുടെ പ്രശ്നം. ഞങ്ങൾക്ക് വേണ്ടത്ര ശക്തിയിലുള്ള വിശ്വാസമില്ലായ്മ, അത് ഞങ്ങളുടെ രോഗത്തിന്റെ പ്രധാനപ്പെട്ട കാരണമായി മാറി എന്നുള്ള. അപ്പൊ ഇവിടെയൊക്കെ എനിക്കൊരു യജമാനൻ ഉണ്ടായി എന്നുള്ള ബോധത്തിലേക്ക് വന്നുകൊണ്ട് ഒരു ശാന്തത, ഒരു ക്ഷമശീലമൊക്കെ നമ്മൾ വളർത്തിയെടുക്കുക. പലപ്പോഴും നമ്മൾ ഒരുപാട് വേദന നമ്മൾ സഹിക്കേണ്ടി വരും. എങ്കിലും ആത്യന്തികമായിട്ട് പറഞ്ഞാൽ അതിന് വലിയ ഒരു സന്തോഷവും സമാധാനമൊക്കെ കൈവരിക്കാൻ അതിന് സഹായിക്കാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ എല്ലാത്തിനും ഒരു ഒരു വല്ലാത്ത ഒരു വേദന നമ്മൾ സഹിക്കേണ്ടി വരും. പണ്ട് തമാശയ്ക്ക് പറയുന്ന ഒരു കോമഡി കഥയുണ്ട്. ഒരു ആണി ചോദിച്ചു, ചുറ്റിയേനോട് ചോദിച്ചു, നീ എന്തിനാ എന്നെ ഇങ്ങനെ എപ്പോഴും വന്ന് തല്ലുന്നതെന്ന് ചോദിച്ചു. നീ എപ്പോ നോക്കിയാലും എന്നെ വന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് വെച്ചാൽ. അപ്പൊ ചുറ്റിയെ പറഞ്ഞ മറുപടി എന്താ അറിയോ? നിന്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഇതല്ലാതെ വേറൊരു മാർഗമില്ല. ഞാൻ നിന്റെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിന്നെ സഹായിക്കുകയാണെന്നാണ് ചുറ്റിയ പറഞ്ഞത്. തമാശയ്ക്ക് പറയുന്ന കഥയാണ്. കാരണം ഏത് മരത്തിലാണെങ്കിലും കോൺക്രീറ്റിലാണെങ്കിലും ആ ചുറ്റിക അതിനെ മുകളിൽ അടിച്ചടിച്ച് അതിനെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് അത് കൊണ്ട് എത്തിക്കുക എന്നുള്ളതാണ് ആണീന്റെ ലക്ഷ്യം. അത് പൂർത്തീകരിക്കണമെങ്കിൽ ആ ചുറ്റിയയ്ക്കേ കഴിയുള്ളൂ എന്നുള്ള പറഞ്ഞ പോലെ നമുക്ക് പലപ്പോഴും നമ്മളുടെ കുടുംബമാകട്ടെ, സമൂഹമാകട്ടെ, ജോലി സ്ഥലങ്ങളാവട്ടെ, എവിടെയൊക്കെ നമുക്ക് പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ടോ അതെല്ലാം ഒരു പക്ഷേ നമ്മളുടെ വളർച്ചയ്ക്ക് വേണ്ട വലിയ അവസരങ്ങൾ അത് സമ്മാനിക്കുകയാണെന്നുള്ള. കാരണം പല വേദനകളും നമ്മളുടെ ജീവിതത്തെ കണ്ണു തുറപ്പിക്കും. ചിലപ്പോൾ നമുക്ക് ഒരുപാട് നമ്മളെ മുന്നോട്ട് നയിക്കാൻ, കൊണ്ടുപോകാൻ ഈ വേദനകൾക്ക് വലിയ
ഒരു എന്താ പറയാ ഒരുപാട് നമുക്കത് സഹായിക്കാൻ നമുക്ക് കഴിയുന്നില്ല. അപ്പൊ അതുകൊണ്ട് പലപ്പോഴും നമ്മളിങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. എല്ലാം തകർന്നു പോയി, ഒന്നും പറ്റില്ല. ചില ആളുകൾ പറയും, "ഓ, എല്ലാം കഴിഞ്ഞു, ഇനി ഒന്നിനും കഴിയില്ല, എല്ലാം നശിച്ചു പോയി" എന്ന് പറഞ്ഞാൽ ഒരാൾ ഇതേപോലെ പെട്ടെന്ന് എനിക്ക് കഥ പറയാം. ഒരാൾ ഇങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട് നശിച്ചിട്ട് അയാൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു സ്ഥലത്ത് ഇങ്ങനെ റോഡ് സൈഡിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പൊ തൊട്ടടുത്ത് വലിയൊരു വേസ്റ്റ് ബാസ്ക്കറ്റ് കണ്ടു ഇയാൾ. ഈ വേസ്റ്റ് ബാസ്ക്കറ്റിൽ മുഴുവനും വേസ്റ്റുകളാണ്. അതിൽ കടലാസ് ഉണ്ട്, പ്ലാസ്റ്റിക് ഉണ്ട്, അതുപോലെ അതിൽ ഒരുപാട് ഭക്ഷണ അവശിഷ്ടങ്ങളുണ്ട്. അതിങ്ങനെ നിറഞ്ഞിരിക്കുക. തൊട്ടടുത്ത് വന്നിട്ട് ഒരാൾ വന്നിട്ട് ഇതിന്റെ അകത്തുനിന്ന് പെറുക്കി പെറുക്കി ചില കാർഡ്ബോർഡുകളും പേപ്പറുകളൊക്കെ പെറുക്കി ഒരാൾ കൊണ്ടുപോയി. കുറച്ച് കഴിഞ്ഞപ്പം വേറെ ആരോ വന്നിട്ട് അതിന്റെ ഇലകളും ഇതെല്ലാം ഒരു ആടോ പശു എന്തോ വന്ന് തിന്നുപോയി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വേറെന്തോ വന്ന് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയി. അപ്പൊ ഇയാൾക്ക് ഒരു ബോധോദയം ഉണ്ടാവുകയാണ്. കാരണം ഒന്നിനും വേണ്ടാത്ത ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് നിറച്ച് വേസ്റ്റ് ഇരിക്കുമ്പം ആ വേസ്റ്റ് ബാസ്ക്കറ്റിന് പോലും ഒരുപാട് ആളുകളെ സഹായിക്കാനും ആവശ്യമായിട്ട് മാറുന്നുണ്ടെങ്കിൽ ഈ ഒന്നിനും കൊള്ളാത്ത ഞാനും ഈ ലോകത്ത് എന്തിനേക്കോ വേണ്ടി ബാക്കിയാവുന്നുണ്ടല്ലോ, എന്നെ കൊണ്ടും എന്തെങ്കിലുമൊക്കെ ഉപകാരം ഈ ലോകത്ത് ഉണ്ടാവുമല്ലോ എന്നൊന്ന് സ്വയം അയാൾ ചിന്തിക്കുകയും അയാളുടെ ജീവിതത്തിലേക്ക് ആത്മഹത്യ ചെയ്യാതെ തിരിച്ചുപോയി എന്നുള്ളൊരു കഥയാണെങ്കിൽ പോലും അതൊക്കെ നമ്മളെ ജീവിതവുമായിട്ട് ഒരുപാട് അടുത്ത ബന്ധമുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാല്, ആൽക്കോളിക് അനോണിമസ് എന്ന് പറയുമ്പോൾ ഒരു സമഗ്രമായിട്ട് നമുക്ക് കാണാൻ പറ്റണം. ഏതെങ്കിലും ഒരു മൂലയിൽ നിന്നിട്ട് ടിക്കറ്റ് എടുക്കാതെ ഓട്ടോയിലൂടെ മറ്റേ ഗ്രൗണ്ടിലെ ഫുട്ബോൾ കളി കാണലല്ല നമ്മളെ പരിപാടി. അന്തസ്സായിട്ട് ടിക്കറ്റ് എടുത്ത് ഗാലറിയിൽ ഇരുന്നിട്ട് ലൈവായിട്ട് നമ്മളുടെ ഈ ഫുട്ബോളോ ക്രിക്കറ്റോ മാച്ച് കാണുക എന്നുള്ളത് പറഞ്ഞ പോലെ ആൽക്കോളിക് അനോണിമസിന്റെ ആ കൂട്ടായ്മയുടെ അകത്ത് കയറി ഒരു നല്ലൊരു സ്പോൺസറെ കണ്ടെത്തി അതിഗംഭീരമായിട്ട് ആ മെസ്സിയൊക്കെ കളിച്ച് എന്താ പറയാ കൂന്ത് വിളയാടുന്ന പോലെ നമുക്ക് ഈ പ്രോഗ്രാമിൽ മറ്റേ അതിഗംഭീരമായിട്ട് നമുക്ക് കളിച്ച് കുളിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ വരുമ്പോ എന്താ സംഭവിക്കാറ് നിങ്ങള്? ആരൊക്കെ നമ്മളെ എതിർക്കട്ടെ, ആരൊക്കെ നമ്മളെ പുച്ഛിക്കട്ടെ, ഇതൊന്നും നമ്മളെ വിഷയമാവില്ല. കാരണം എന്താ, നമ്മൾ ഇന്ന് ഒരു മഹത്തായ ഒരു യാത്രയിലാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മൾ പുറകോട്ടല്ല നമ്മൾ നോക്കണം, നമ്മൾ മുന്നോട്ടാണ്. എത്ര പോരായ്മകൾ ഉണ്ടെങ്കിലും ഞാൻ എൻ്റെ ലക്ഷ്യത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള ആ ഒരു ഉള്ളിൽ നിന്നുള്ള തോന്നൽ നമ്മളെ മുന്നോട്ട് ഇങ്ങനെ കുതിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അത് വലിയൊരു ഗംഭീരമായ പ്രഖ്യാപനമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, കുടുംബം എന്ന് പറയുമ്പം ഫാമിലി എന്ന വാക്കിന്റെ അർത്ഥം തന്നെ തമാശക്ക് പറയുന്നത് ഫാദർ ആൻഡ് മദർ ഐ ലവ് യു എന്നൊക്കെ പറയും. എങ്ങനെ വേണമെങ്കിൽ നമുക്ക് അതിനെ വേണമെങ്കിൽ വിശദീകരിക്കാൻ പറ്റും. ഞാൻ തമാശക്ക് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമ്മളുടെ ഈ കുടുംബ ജീവിതം മറ്റുള്ള സ്ഥലത്തേക്കാളും പ്രത്യേകം ഇപ്പൊ കേരളം എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഒരുപാട് മാതൃകാപരമായ കാര്യങ്ങൾ സമ്മാനിച്ച ഒരു സ്ഥലമാണ്. എന്താ വെച്ചാല് നമ്മൾ ഒരുപാട് കാലം ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ കുടുംബ ബന്ധങ്ങളൊക്കെ 60ഉം 70ഉം കൊല്ലമൊക്കെ ജീവിക്കുന്ന കുടുംബാംഗങ്ങൾ നമ്മളുടെ ഇടയിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മാതൃകാപരമായിട്ട് ഇപ്പൊ പലപ്പോഴും നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവും. കാരണം എന്താ വെച്ചാല് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടവരാണ്. നമുക്ക് ഈ മദ്യാസക്തരെന്ന് പറഞ്ഞാല് വളരെ ദുർബലരാണ്. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഒരിക്കലും പെട്ടെന്ന് ഇതൊന്നും അതിജീവിക്കാൻ കഴിയില്ല. പക്ഷേ കഴിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ തിരിച്ചു ഓടരുത്. നമുക്ക് ചെറിയ ഒരളവിലെങ്കിലും നമുക്ക് പരിശീലിക്കാൻ നമ്മൾ തയ്യാറായാൽ തീർച്ചയായിട്ടും നിത്യാഭ്യാസി ആനയെടുക്കുന്നു പറഞ്ഞ പോലെ നമുക്കും വളരെ ഈസി ആയിട്ട് ചില കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം നമ്മളുടെ ഉള്ളില് അതിഗംഭീരമായ ശക്തിയുണ്ട്. നമ്മൾ ആലോചിച്ചാൽ മതി. ഈ ശക്തി കണ്ടെത്താൻ വലിയ ദൂരമൊന്നും നമ്മൾ നോക്കണ്ട, എവിടെയും പോണ്ട. നമ്മളുടെ 80s 90s എന്നൊക്കെ പറയാം, 80 90 കാലഘട്ടങ്ങളിലൊക്കെ നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. എന്താണ്, നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ തൊട്ടടുത്ത കുട്ടിക്ക് പെൻസിൽ ഇല്ല എന്ന് പറയുമ്പം നമ്മളെ പെൻസിൽ കടിച്ചു മുറിച്ച് പൊട്ടിച്ചിട്ട് കൊടുത്ത് അവൻ എഴുതിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു, ഇല്ലേ? ഉച്ചയ്ക്ക് ചോറിന് കറിയില്ല എന്ന് പറഞ്ഞിട്ട് 10 പൈസയുടെ അച്ചാറിന്റെ പാക്കറ്റ് വാങ്ങി പൊട്ടിച്ച് ചോറ് തന്ന ഓർമ്മകൾ നമുക്കിന്നുണ്ട്. 10 പൈസയും 5 പൈസയും 2 പൈസയും ഉപയോഗിച്ച അവസാന എന്താ പറയാ ജനറേഷനാണ് നമ്മളൊക്കെ. ഇപ്പൊ അതേപോലെ ഈ കമ്പ്യൂട്ടറും ഹൈടെക്കും ബ്ലൂ ചിപ്പൊക്കെ വന്ന് ഇതൊന്നും ഇല്ലാത്ത കാലം അനുഭവിച്ച അവസാനത്തെ തലമുറയാണ് നമ്മളൊക്കെ. അപ്പൊ ഇതുപോലെ നമ്മൾ ആലോചിച്ചു, ഞാൻ ഇപ്പോഴും ആലോചിച്ചു, അതിഗംഭീരമായിട്ടൊക്കെ മഴ പെയ്യുമ്പോൾ പത്രത്തിൽ റെഡ് അലേർട്ട് ആണ്, മറ്റേ ഓറഞ്ച് അലേർട്ട് ആണെന്നൊക്കെ ഇല്ലാത്ത ഈ കാലത്ത്
നമ്മൾ ഈ കുടയും പിടിച്ച് അതിഗംഭീരമായിട്ട് 1-ാം ക്ലാസ്സും 2-ാം ക്ലാസ്സും വിട്ട് അച്ഛനമ്മമാരുടെ കൂടെ സ്കൂളിൽ നിന്ന് കുട പിടിച്ച് നമ്മൾ വീട്ടിൽ വന്നിട്ടുണ്ട്. ഒരു ഭയപ്പാടും നമുക്ക് ഉണ്ടായിട്ടില്ല. അപ്പം ഇത്തരം ഒരുപാട് സാധ്യതകൾ, പൊട്ടൻഷ്യാലിറ്റി എന്നാ പറയാ ഇംഗ്ലീഷിൽ, ഇതൊക്കെ നമ്മളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പിന്നെയാണോ നമുക്ക് ഈ 12 പടികളൊന്നും പരിശീലിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ നമ്മളെ അഹങ്കാരം, ആ ഒരു എന്താ പറയാ മൂടുപടം പൊട്ടിച്ചെറിയാൻ നമുക്ക് കഴിയണം. അപ്പൊ അങ്ങനെ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കിത് ഗംഭീരമായിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. യാതൊരു സംശയമൊന്നുമില്ല. പിന്നെ ഇതിനാകെ വേണ്ടത് കീഴ്പ്പെടാൻ തയ്യാറാകുന്നത് വരെ ഫലം നാസ്തിയായിരുന്നു എന്നുള്ളതാണ്. എവിടെയെങ്കിലും ഒന്ന് കീഴടങ്ങുക. കീഴടങ്ങിയാൽ എളുപ്പമാണ്. കാരണം എത്ര വലിയ യുദ്ധമാണെങ്കിലും തോറ്റു എന്ന് പറഞ്ഞാൽ പിന്നെ അടിക്കാൻ പാടില്ല. അതൊരു യുദ്ധത്തിന്റെ നിയമമാണ്. അതാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ പാഠം. നമ്മൾ കീഴ്പ്പെട്ടു എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ വിജയം ആരംഭിക്കുകയായി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഏതായാലും അതൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞ് മാതൃകാപരമായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമ്മളെ സമയം എത്രയായിരുന്നെന്ന് എനിക്ക് ഓർമ്മയില്ല. ഏതായാലും ഇത്രയും നേരം എന്നെ കേട്ടതിന് എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തട്ടെ. നമുക്ക് എന്തെങ്കിലും ചോദിക്കാനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് സമയം ഞാൻ ഇതിനകത്ത് ഉണ്ടാവും. സെബാസ്റ്റ്യൻ ചേട്ടനാണോ അറിയില്ല, മോഡറേറ്റർ ആരാന്ന് അറിയില്ല. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക് യു സെബാസ്റ്റ്യൻ ചേട്ടാ. താങ്ക് യു ഹലോ രതീഷ് ചേട്ടാ. ഹലോ